Good afternoon. I am Akshaya. I had an All India rank of 2627 in the year 2020, and now I am doing third year MBBS in AIMS Nagpur. In the we'll be continuing with part 2 of the chapter Body Fluids and Circulation. ഞാൻ ഫസ്റ്റ് ഇതുവരെ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു എന്ന് റിവൈസ് ചെയ്തിട്ട് ഇനി ബാക്കിയുള്ള ടോപ്പിക്സ് വൺ ബൈ വൺ കംപ്ലീറ്റ് ചെയ്യും. അപ്പൊ നമ്മൾ പഠിച്ചത് ബ്ലഡ്, നമുക്കറിയാം അഡ്വാൻസ്ഡ് ഓർഗാനിസംസിൽ, അതായത് ഹയർ ഓർഗാനിസംസിൽ ബ്ലഡ് ആണ് മേജർ, ബ്ലഡും ലിംഫും ആണ് മേജർ ട്രാൻസ്പോർട്ടിങ് മെറ്റീരിയൽ ട്രാൻസ്പോർട്ട് ചെയ്യാനും മറ്റുള്ള ആവശ്യങ്ങൾക്കും ഉപയോഗിക്കുന്ന ട്രാൻസ്പോർട്ടറിന് നമ്മൾ പഠിച്ചു. ആൻഡ് ഈ ബ്ലഡ് എന്താ, സ്പെഷ്യലൈസ്ഡ് കണക്റ്റീവ് ടിഷ്യൂ ആണ്. ആൻഡ് ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വാട്ട് തിങ്സ്. ആൻഡ് അതിലെ ഓരോ കോമ്പണൻസ്, അതിന്റെ എത്ര പെർസെന്റേജ് ആണ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്, പ്ലാസ്മ എന്താ, പ്ലാസ്മയിൽ എന്തൊക്കെ ഉണ്ട് എന്ന് പഠിച്ചു. ആൻഡ് ബാക്കിയുള്ള 45% കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ബ്ലഡ് കോർപ്പസിൽസ്, അതിൽ 1 by 1 RBC, WBC, പ്ലേറ്റ്ലെറ്റ്സ്, അതിന്റെ ഫങ്ഷൻസ്, അതിന്റെ നെയിംഡ് എക്സാമ്പിൾസ്, അതിന്റെ എമൗണ്ട്, അതിന്റെ നമ്പർ, ലൈഫ് സ്പാൻ ആൻഡ് അതിന്റെ ഫങ്ഷൻ, ഈ ഫുൾ സാധനങ്ങൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. ആൻഡ് അടുത്ത ടോപ്പിക് ബ്ലഡ് ഗ്രൂപ്പിംഗ് ആയിരുന്നു. നമുക്കറിയാം ഏതാ, മേജർലി 2 ബ്ലഡ് ഗ്രൂപ്പിംഗ് നമ്മൾ കണ്ടു. ABO ബ്ലഡ് ഗ്രൂപ്പിംഗും RH ഗ്രൂപ്പിംഗും. ABO ബ്ലഡ് ഗ്രൂപ്പിംഗ് എന്തിന്റെ ബേസിസിലാണ്? ബേസ്ഡ് ഓൺ ദി പ്രസൻസ് ഓർ ആബ്സെൻസ് ഓഫ് 2 സർഫസ് ആന്റിജൻസ്. ഈ സർഫസ് ആന്റിജൻ ഏതിന്റെ സർഫസിലാണ്? RBCയുടെ സർഫസിലാണ്. ആൻഡ് അടുത്ത നമ്മൾ എന്ത് കണ്ടു? ബ്ലഡ് ഗ്രൂപ്പിംഗും ഡോണർ കമ്പാറ്റബിലിറ്റിയും ആ ടേബിളിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു. ആൻഡ് നെക്സ്റ്റ് കണ്ടത് RH ഗ്രൂപ്പിംഗ്. RH ഗ്രൂപ്പിംഗിൽ നമ്മളൊരു സ്പെഷ്യൽ ടോപ്പിക് കൂടെ പഠിച്ചിരുന്നു. എന്ത്? സ്പെഷ്യൽ കേസ് ഓഫ് RH ഇൻകമ്പാറ്റബിലിറ്റി അല്ലെങ്കിൽ മിസ് മാച്ചിങ്. എങ്ങനെ? പ്രഗ്നന്റ് മദറിന് RH നെഗറ്റീവും ഫീറ്റസിന് RH പോസിറ്റീവ് ബ്ലഡുമായിട്ട് വരുമ്പോൾ. ആൻഡ് അതിന്റെ ട്രീറ്റ്മെന്റ് എന്താ, അതിന്റെ പ്രിവെന്റീവ് മെഷേഴ്സ് എന്താന്നൊക്കെ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ടോപ്പിക് കോയാഗുലേഷൻ ഓഫ് ബ്ലഡ് ആയിരുന്നു. കോയാഗുലേഷൻ ഓഫ് ബ്ലഡിൽ ക്ലോട്ട് എന്താ, പിന്നെ ആ ഹോൾ പാത്വേ എങ്ങനെയാണ് 1 by 1 ഫൈനലി ഫിബ്രിൻസ് ഫോം ചെയ്ത് ക്ലോട്ട് അല്ലെങ്കിൽ കോയാഗുലം ഫോർമേഷൻ നടക്കുന്നതെന്ന് കണ്ടു. അത് കഴിഞ്ഞ് നമ്മൾ ലിംഫിനെ കുറിച്ചൊരു ബ്രീഫ് ഡിസ്കഷൻ നടത്തി. ആൻഡ് നമ്മൾ ഇന്ന് സർക്കുലേറ്ററി പാത്വേ വെച്ചാണ് തുടങ്ങാൻ പോകുന്നത്. സർക്കുലേറ്ററി പാത്വേയിൽ നമ്മൾ ആക്ച്വലി എന്ത് പഠിക്കും? നമുക്കറിയാം ദ ഹോൾ നമ്മൾ ഓർഗാനിസത്തിനെ ലോവർ ടു ഹയർ ലെവലിൽ ആനിമൽ കിങ്ഡത്തിൽ ക്ലാസിഫൈ ചെയ്തിരുന്നു. അതിൽ നമ്മൾ ഓൾറെഡി കണ്ടതാണ് ഓരോ ഫൈലത്തിന്റെയും സർക്കുലേറ്ററി സിസ്റ്റം അല്ലെങ്കിൽ സർക്കുലേറ്ററി പാത്വേ എങ്ങനെയായിരുന്നു നമ്മൾ കണ്ടിരുന്നു. അതിന്റെ ഒരു കണ്ടിന്യൂവേഷൻ പോലെ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ട് MCQ ഓറിയന്റഡ് രീതിയിൽ നമ്മൾ ഇതിലൊന്നും കൂടി പഠിക്കും. അപ്പോ നമുക്കറിയാം നമ്മൾ ഓൾറെഡി മറ്റേ ആനിമൽ കിങ്ഡത്തിൽ കണ്ടതുപോലെ എങ്ങനെ സർക്കുലേറ്ററി പാറ്റേൺസ് 2 ടൈപ്സ് ഉണ്ട്. ആ 2 ടൈപ്സ് എന്തൊക്കെയാ? ഓപ്പൺ അല്ലെങ്കിൽ ക്ലോസ്ഡ്. നമുക്കറിയാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഏതിലൊക്കെ? ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം ഏതിലൊക്കെ കണ്ടിരുന്നു? ആനിമൽ കിങ്ഡത്തിലെ ആർത്രോപോഡ്സിൽ കണ്ടു. ആൻഡ് മൊളസ്കില് കണ്ടു. ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പേര് വരാൻ കാരണം എന്താ? നമുക്കറിയാം ഓപ്പൺ സർക്കുലേറ്ററി സിസ്റ്റത്തില് ബ്ലഡ് ഹാർട്ട് പമ്പ് ചെയ്യും. ആൻഡ് ഇതില് ഹാർട്ട് പമ്പ് ചെയ്യുന്ന ബ്ലഡ് ആക്ച്വലി ബ്ലഡ് വെസലോ അങ്ങനെ ഒരു മേജർ ഒരു പൈപ്പ് ലൈൻ പോലത്തെ ഒരു ഫെസിലിറ്റിയും ഇല്ല. ആൻഡ് അവര് ലാർജ് വെസൽസിലേക്ക് കൂടി ഓപ്പൺ സ്പേസസിലേക്ക് ഡയറക്ട്ലി പോകും. ആൻഡ് ഈ ഓപ്പൺ സ്പേസസിനെ അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റിനെ നമ്മൾ വിളിച്ചു സൈനസ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ എന്ത് കണ്ടു? ഹാർട്ട് ബ്ലഡ് പമ്പ് ചെയ്തു എങ്ങോട്ടേക്ക്? ഓപ്പൺ സ്പേസസ് അല്ലെങ്കിൽ ബോഡി ക്യാവിറ്റീസ് കോൾഡ് സൈനസ്. ആൻഡ് ഇതേമാതിരി ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം നോക്കുകയാണെങ്കിൽ നമ്മൾ അതിൽ എന്ത് കാണും? ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റത്തില് എക്സാമ്പിൾ അനലിറ്റ്സ്, കോഡേറ്റ്സ്, ഈ 2 ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എക്സിബിറ്റ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. ആൻഡ് ഇതിലെങ്ങനെയാ? ഇവർക്ക് ഒരു ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉണ്ട്. എന്തുണ്ട്? ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽ. അതുകൊണ്ടാണ് അതിനെ ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് വിളിച്ചത്. അപ്പോ ഹാർട്ടിൽ നിന്ന് ആ ബ്ലഡ് പമ്പ് ചെയ്ത് എങ്ങോട്ട് പോകും? സർക്കുലേറ്റഡ് ത്രൂ ക്ലോസ്ഡ്
നെറ്റ്വർക്ക് ബ്ലഡ് വെസൽസ്. എന്നിട്ട് എങ്ങോട്ട് പോകും? ഓരോ ഓർഗൻസ് അല്ലെങ്കിൽ ടിഷ്യൂസ് ഇതിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആവും. ഇതാണ് ഓപ്പണും ക്ലോസ്ഡും നമ്മുടെ മേജർ ഡിഫറൻസ്. ആൻഡ് ഇതിൽ ഏതാ കൂടുതൽ അഡ്വാൻറ്റേജസ് അല്ലെങ്കിൽ ഏതാ കൂടുതൽ കൺവീനിയന്റ് എന്ന് വെച്ചാൽ എന്ത് പറയും? NCERT പറയുന്നുണ്ട് ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ്. ക്ലോസ്ഡ് സർക്കുലേറ്ററി സിസ്റ്റം ആണ് മോർ അഡ്വാൻറ്റേജസ്. കാരണം എന്താ? നമുക്കറിയാം ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് അല്ലെങ്കിൽ നമ്മുടെ ഏത് ഫ്ലൂയിഡ് ആണോ സർക്കുലേറ്റഡ് ആവുന്നത് അത് പ്രിസൈസ്ലി റെഗുലേറ്റഡ് ആയിരിക്കും. അതായത് നെസസറി ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാത്രം പോവാം അല്ലെങ്കിൽ വഴി തിരിച്ചു വിടാം. എങ്ങനെയാന്ന് വെച്ചാൽ എങ്ങോട്ടാണ് നീഡ് അതിനനുസരിച്ച് നമുക്ക് വഴി തിരിച്ചു വിടാൻ പറ്റുന്നതുകൊണ്ടാണ് അത് കൂടുതൽ അഡ്വാൻറ്റേജസ് ആയത്. അപ്പൊ നമ്മൾ ഇത്രയും കാര്യങ്ങൾ കണ്ടു. ഇനി 1 by 1 നമ്മൾ നോക്കാൻ പോവാണ്. നമുക്കറിയാം എല്ലാ വേർട്ടിബ്രേറ്റ്സിനും അതൊരു പോസിബിൾ സ്റ്റേറ്റ്മെന്റ് ഇസ് ഇറ്റ് ട്രൂ ഓർ ഫോൾസ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാൻ സാധ്യത സെന്റൻസ് ആണ്. ഓൾ വേർട്ടിബ്രേറ്റ്സ് പോസസ് മസ്കുലർ ചേംബേർഡ് ഹാർട്ട്. എല്ലാ വേർട്ടിബ്രേറ്റ്സിനും ഒരു മസ്കുലർ ചേംബേർഡ് ഹാർട്ട് ഉണ്ടാവും. ആൻഡ് അതില് ഫിഷസിൽ എങ്ങനെ നമ്മൾ കണ്ട്? ഫിഷസിന് 2 ചേംബേർഡ് ഹാർട്ട് ആണ് ഉള്ളത്. ഫിഷസിന് 2 ചേംബേർഡ്, 2 ചേംബർ മാത്രമേ ഉള്ളൂ. ആ ചേംബേഴ്സ് എങ്ങനെയാ? ഒരു ഏട്രിയം ഒരു വെൻട്രിക്കിൾ. അങ്ങനെ ഫിഷസിന് 2 ചേംബറേ ഉള്ളൂ. ആൻഡ് ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസിന് എങ്ങനെയാ? 3 ചേംബേർഡ് ഹാർട്ടായി. ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസിലേക്ക് വന്നപ്പോ എത്ര ചേംബറായി? 3 ചേംബേർഡ്. പക്ഷെ നമുക്കറിയാം റെപ്റ്റൈൽസിന് ഒരു എക്സെപ്ഷൻ ഉണ്ടായിരുന്നു. ആനിമൽ കിങ്ഡത്തിൽ പഠിച്ചിരുന്നു. എക്സെപ്റ്റ് ക്രോക്കോഡൈൽസ്. ക്രോക്കോഡൈൽസ് നമ്മൾ എങ്ങനെയാ? ഹയർ ആനിമൽസ് അതായത് ബേർഡ്സിന്റെയും മാമൽസിന്റെയും കൂടെ നമ്മൾ 4 ചേംബേർഡ് ഹാർട്ടിലാണ് പഠിക്കുക. ആൻഡ് ആംഫീബിയൻസ് ആൻഡ് റെപ്റ്റൈൽസിന് ഏതുണ്ട്? 3 ചേംബേർഡ് ഹാർട്ട് ഉണ്ട്. ഈ 3 ചേംബേർഡ് ഹാർട്ട് എങ്ങനെയായിരിക്കും? അത് വരക്കാണെങ്കിൽ ഒരു റൈറ്റ് ഏട്രിയ, അതിന്റെ ഇപ്പുറത്തൊരു ലെഫ്റ്റ് ഏട്രിയ ആൻഡ് 2 ഏട്രിയും ഒരു കോമൺ വെൻട്രിക്കിളും ആയിരിക്കും. ഇതിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് 2 ഏട്രിയും ഒരു വെൻട്രിക്കിളും ആകുമ്പോ എങ്ങനെയാ? ഇവരുടെ സെൽസിലേക്ക് എത്തുന്നത് മിക്സ്ഡ് ബ്ലഡ് ആയിരിക്കും. അതായത് there is a certain amount of mixing between the oxygenated and deoxygenated blood. നമുക്കറിയാം ഓക്സിജനേറ്റഡ് ബ്ലഡ് ലങ്സിൽ നിന്ന് നേരെ എങ്ങോട്ട് വരും? ലെഫ്റ്റ് ഏട്രിയത്തിൽ നിന്ന് വന്ന് അത് വെൻട്രിക്കിളിലേക്ക് പോയി വെൻട്രിക്കിളിൽ നിന്ന് ബാക്കിയുള്ള സ്ഥലത്തേക്ക് ട്രാൻസ്പോർട്ട് ചെയ്ത് തിരിച്ച് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിൽ വന്ന് പിന്നെയും ഈ ഡീഓക്സിജനേറ്റഡ് വെൻട്രിക്കിളാവും. അപ്പൊ നമുക്കറിയാം ഇവിടെ ഓക്സിജനേറ്റഡും എത്തി ഡീഓക്സിജനേറ്റഡും എത്തി. അപ്പൊ എങ്ങനെയാ? ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് എന്ത് കണ്ടു? നമ്മള് ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മിക്സിങ് കണ്ടു. അതിന്റെ പ്രത്യേകത എന്താ? മിക്സ്ഡ് ബ്ലഡ് ആയിരിക്കുമ്പോൾ ഓക്സിജനേറ്റഡും ഡിഓക്സിജനേറ്റഡും സെയിം ചേമ്പറിൽ വരുമ്പോൾ മിക്സ്ഡ് ബ്ലഡ് ആയിരിക്കും. അപ്പോൾ എക്സാക്ട്ലി ഓക്സിജനേറ്റഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കില്ല ഓരോ ടിഷ്യൂസിനും കിട്ടുന്നത്. അപ്പൊ എങ്ങനെയാ? ഈ സെൽസിന് എനർജി കുറവായിരിക്കും. കാരണം മിക്സ്ഡ് ബ്ലഡ് ആണ് കിട്ടുന്നത്. കംപ്ലീറ്റ്ലി ഓക്സിജൻ അതിന്റെ നീഡിനനുസരിച്ച് എക്സ്ട്രാക്ട് ചെയ്ത് എടുക്കാൻ പറ്റാത്തതുകൊണ്ട്. പക്ഷെ ഇതിന്റെ എക്സാമ്പിൾ നമ്മൾ കണ്ടു എന്തായിരുന്നു? ക്രോക്കോഡൈൽസ് ആയിരുന്നു. ക്രോക്കോഡൈൽസിന് 4 ചേംബേർഡ് ഹാർട്ട് ആണ് ക്രോക്കോഡൈൽസിന്. ആൻഡ് നമ്മൾ അടുത്തയിലേക്ക് വരുമ്പോൾ നമുക്കറിയാം എങ്ങനെ? ബേർഡ്സും മാമൽസും. ബേർഡ്സ് മാമൽസ് ആൻഡ് ഒരാളും കൂടി വന്നു. എവിടെ? റെപ്റ്റൈൽസിന്റെ എക്സെപ്ഷൻ ക്രോക്കോഡൈൽസ്. ഇവർക്ക് എങ്ങനെയാ? 4 ചേംബേർഡ് ഹാർട്ട്. 4 ചേംബേർഡ് ഹാർട്ട് എങ്ങനെയായിരിക്കും? 4 ചേംബേർഡ് ഹാർട്ട് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഒരു റൈറ്റ് ഏട്രിയ, ഒരു ലെഫ്റ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് വെൻട്രിക്കിൾ. ഇങ്ങനെ എക്സാക്ട്ലി 4 ചേംബേഴ്സ് ഇങ്ങനെ കാണാൻ പറ്റും. ഇനി ഇവർക്ക് എങ്ങനെയാ? നല്ല ഡിസ്റ്റിങ്ഷൻ ഉണ്ട് ഏത് തമ്മിൽ? റൈറ്റ് വെൻട്രിക്കിളും ലെഫ്റ്റ് വെൻട്രിക്കിളും തമ്മിൽ. അപ്പോ ദർ ഇസ് നോ മിക്സിംഗ് ദാറ്റ് ടേക്സ് പ്ലേസ്. മിക്സിംഗ് നടക്കുന്നില്ല. ആൻഡ് അവർക്ക് ടാർഗറ്റ് ടിഷ്യൂസിലേക്ക് പ്യോർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് കിട്ടുക, നോട്ട് മിക്സ്ഡ് ബ്ലഡ്. അപ്പൊ എങ്ങനെയാ? അവർക്ക് എനർജി നല്ല കൂടുതലായിരിക്കും. കാരണം ഓക്സിജനേറ്റഡ് ബ്ലഡിന് കൂടുതൽ അവൈലബിലിറ്റി ഉള്ളതുകൊണ്ട്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൂടെ അറിയാം. എങ്ങനെ? ഈ ഫിഷും ആംഫിബിയനും റെപ്റ്റൈൽസും, ഈ മേലെ കണ്ട ഫിഷും ആംഫിബിയനും റെപ്റ്റൈൽസും ഇതെങ്ങനെയാ? കോൾഡ് ബ്ലഡഡ് ആണ്. ആൻഡ് മാമൽസ്, ബേർഡ്സ് മാമൽസ് എങ്ങനെയാ?
വാം ബ്ലഡഡ്. അപ്പോൾ ഇത്രയും കാര്യം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഇത് തന്നെയാണ് NCERT പറയുന്നത്. എന്ത് ഫിഷസിന് എത്ര? 2 ചേംബർ, ഒരു ഏട്രിയം, ഒരു വെൻട്രിക്കിൾ. ഇനി ആംഫിബിയൻസും റെപ്റ്റൈൽസും എക്സെപ്റ്റ് ക്രോക്കഡൈൽസ് 3 ചേംബേർഡ് ഹാർട്ട് ആണ്. ആൻഡ് വിത്ത് 2 ഏട്രിയം, ഒരു സിംഗിൾ വെൻട്രിക്കിളും. ബാക്കിയുള്ള എന്താ എക്സെപ്ഷൻ വന്ന ക്രോക്കഡൈലും ബേർഡ്സും മാമൽസും അവർക്ക് 4 ചേംബേർഡ് ഹാർട്ട് ആണ് വിത്ത് 2 ഏട്രിയ ആൻഡ് 2 വെൻട്രിക്കിൾസ്. ഇനി ഫിഷസിൽ എങ്ങനെയാ? ദ ഹാർട്ട് പമ്പ്സ് ഔട്ട് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ്. ഹാർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് പമ്പ് ഔട്ട് ചെയ്യും. ആൻഡ് അത് ആരാ ഓക്സിജനേറ്റ് ചെയ്യാൻ നിൽക്കുന്നത്? അത് ഗിൽസ് എന്താ? റെസ്പിറേറ്ററി സ്ട്രക്ചർ ഇൻ ഫിഷസ്. അവര് ഓക്സിജനേറ്റ് ചെയ്ത് സപ്ലൈ ടു ദി ബോഡി പാർട്സ്. ഹാർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോവും? ഗിൽസിലേക്ക് പോവും. അവിടുന്ന് ഓക്സിജനേഷൻ സംഭവിച്ച് അത് ബോഡി പാർട്സിലേക്ക് ട്രാൻസ്പോർട്ടഡ് ആവും. ഇത് ഏതിലാ കാണുന്നത്? ഫിഷസില്. ഇനി ഈ ബാക്കിയുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് എങ്ങോട്ട് വരും? ബോഡി പാർട്സിൽ നിന്ന് ബാക്കിയുള്ള ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് പതുക്കെ ഹാർട്ടിലേക്ക് തന്നെ വരും. ഇനി അവരുടെ സർക്കുലേഷൻ എന്താന്ന് കണ്ടു നമ്മള്. ഇതുകൊണ്ട് അവരുടെ സർക്കുലേഷൻ സിംഗിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. സിംഗിൾ സർക്കുലേഷൻ. നമുക്കറിയാം ഹാർട്ടിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോയി? ഗിൽസിലേക്ക് പോയി. ഗിൽസിൽ നിന്ന് ഓക്സിജനേഷൻ സംഭവിച്ച് ബോഡി പാർട്സിലേക്ക് പോയി. ആൻഡ് ബോഡി പാർട്സിൽ ചീത്ത ബ്ലഡ് അല്ലെങ്കിൽ ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് വന്നു. ഇതൊരു സിംഗിൾ പ്രോസസ്സിൽ അല്ലെങ്കിൽ സിംഗിൾ സൈക്കിൾ നടന്നതുകൊണ്ട് അതിനെ സിംഗിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. ആൻഡ് ബാക്കിയുള്ളത് ആംഫിബിയൻ റെപ്റ്റൈൽസ്. ആംഫിബിയൻസ് ആൻഡ് റെപ്റ്റൈൽസിൽ ലെഫ്റ്റ് ഏട്രിയം എങ്ങനെ? നമ്മുടെ കയ്യിൽ കാണുന്ന പോലെ തന്നെ റിസീവ്സ് ഓക്സിജനേറ്റഡ് ബ്ലഡ് ഫ്രം ഏതാണോ റെസ്പിറേറ്ററി സ്ട്രക്ചർ, ആ റെസ്പിറേറ്ററി സ്ട്രക്ചറിൽ നിന്ന് ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് പോകും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് പോകും. ആൻഡ് ലെഫ്റ്റ് ഏട്രിയം അതെങ്ങോട്ട് പോവും? ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് ഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടും. ആൻഡ് റൈറ്റ് ഏട്രിയം എന്ത് കിട്ടും? റൈറ്റ് ഏട്രിയത്തിലേക്ക് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് കിട്ടും. എവിടുന്ന്? സാധാരണ ബോഡി പാർട്സിൽ നിന്ന് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകും. പക്ഷേ they get mixed up in the single ventricle which pumps out mixed blood. അതുകൊണ്ട് അതിനെ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. ഡബിൾ സർക്കുലേഷൻ ആണ്. കാരണം എന്താ? മിക്സ്ഡ് ഓക്സിജനേഷൻ കഴിഞ്ഞ് എങ്ങോട്ട് വരും? ഏട്രിയത്തിലേക്ക് വരും. ആൻഡ് ഡീഓക്സിജനേറ്റഡ് ബ്ലഡ് ബോഡി പാർട്സിൽ നിന്ന് എങ്ങോട്ട് വരും? വെൻട്രിക്കിളിലേക്ക് വരും. അങ്ങനെ. പക്ഷെ അവിടെ മിക്സിംഗ് നടക്കുന്നത് കൊണ്ട് അതിന് നമ്മൾ ഇൻകംപ്ലീറ്റ് ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. ഇൻ ബേർഡ്സ് ആൻഡ് മാമൽസ് എങ്ങനെയാ? നമുക്കറിയാം ഓക്സിജനേറ്റഡും ഡീഓക്സിജനേറ്റഡ് ബ്ലഡും എങ്ങനെയാ? ഓക്സിജനേറ്റഡ് വാങ്ങാൻ ലെഫ്റ്റ് ഏട്രിയം, ഡീഓക്സിജനേറ്റഡ് വാങ്ങാൻ റൈറ്റ് ഏട്രിയം നിൽക്കുന്നുണ്ട്. ആൻഡ് അവർ റെസ്പെക്റ്റീവ്ലി അവരുടെ സെയിം സൈഡിലുള്ള വെൻട്രിക്കിൾസിലേക്ക് പാസ് ഓൺ ചെയ്യും. ആൻഡ് ഈ വെൻട്രിക്കിൾ വിത്തൗട്ട് മിക്സിംഗ് നടക്കുന്നില്ല. ആൻഡ് 2 സെപ്പറേറ്റ് സർക്കുലേറ്ററി പാത്വേസ്, അതായത് ഓക്സിജനേഷന് ഒരു സെക്ഷൻ, ഡീഓക്സിജനേറ്റഡ് ബ്ലഡിന് ഒരു പാത്വേ, അങ്ങനെ 2 ഡിഫറെന്റ് മിക്സിംഗ് നടക്കാണ്ട് വരുന്ന പാത്വേ ആയതുകൊണ്ട് നമ്മൾ അതിനെ എന്ത് വിളിച്ചു? ഡബിൾ സർക്കുലേഷൻ എന്ന് വിളിച്ചു. ഇനി നമ്മൾ ബാക്കി കാണാൻ പോവാണ്. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം കാണാൻ പോവാം. ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റം ഓൾസോ കോൾഡ് ബ്ലഡ് വാസ്കുലർ സിസ്റ്റം. എന്തുകൊണ്ടായിരിക്കും? അതിന് നല്ല ക്ലോസ്ഡ് നെറ്റ്വർക്ക് ഓഫ് ബ്ലഡ് വെസൽസ് ഉള്ളതുകൊണ്ട്. അതിൽ കൺസിസ്റ്റ് ചെയ്യുന്ന എന്തൊക്കെയാ ഹ്യൂമൻ സർക്കുലേറ്ററി സിസ്റ്റത്തിൽ ഉള്ളത് എന്തൊക്കെയാ എന്ന് വെച്ചാൽ എന്ത് പറയും? ഒരു മസ്ക്യുലർ ചേംബേർഡ് ഹാർട്ട് ഉണ്ട്, നെറ്റ്വർക്ക് ഓഫ് ക്ലോസ്ഡ് ബ്ലഡ് വെസൽ ഉണ്ട്. ഇത് കൂടാണ്ട് എന്തുണ്ട്? ദ ഫ്ലൂയിഡ് വിച്ച് ഇസ് ബീങ് സർക്കുലേറ്റഡ്, അതായത് ബ്ലഡും ഉണ്ട്. ഹ്യൂമൻ സർക്കുലേറ്ററിൽ ഈ 3 സാധനങ്ങളും കൺസിസ്റ്റ് ചെയ്യുന്നതാണ്. ആൻഡ് ഹാർട്ട് എങ്ങനെയാ? അത് ഇമ്പോർട്ടന്റ് ആണ്. ഹാർട്ട് വിച്ച് ഇസ് എ മീസോഡെർമലി ഡിറൈവ്ഡ് ഓർഗൻ. അത് സിറ്റുവേറ്റഡ് ചെയ്യുന്നത് എവിടെയാണ് സിറ്റുവേറ്റഡ് ആയിരിക്കുന്നത്? thoracic cavity. thoracic cavity-യിൽ 2 ലങ്സിനും നടുവിലായിട്ടാണ് സിറ്റുവേറ്റഡ് ആയിട്ടുള്ളത്. ആൻഡ് അതിന്റെ ഇൻഹെറന്റ് സ്ട്രക്ചർ എങ്ങനെയാ? ഒരു ചെറിയ ടിൽറ്റ് ഉണ്ട് ലെഫ്റ്റ് സൈഡിലേക്ക്. സോ ഇറ്റ് ഇസ് സ്ലൈറ്റ്ലി ടിൽറ്റഡ് ടു ദി ലെഫ്റ്റ്. ആൻഡ് സൈസ് എത്രത്തോളം ഉണ്ടാവും? ഒരു ക്ലെൻസ്ഡ് ഫിസ്റ്റ്, ഒരാളുടെ ഒരു ക്ലെൻസ്ഡ് ഫിസ്റ്റിന്റെ സൈസോളം ഉണ്ടായിരിക്കും. ആൻഡ്
ഇറ്റ് ഈസ് പ്രൊട്ടക്റ്റഡ് ബൈ എ ഡബിൾ വാൾഡ് മെംബ്രെയിനസ് ബാഗ്. അതിനെങ്ങനെയാ, ഒരു ഡബിൾ വാൾഡ് മെംബ്രെയിനസ് ബാഗ് ഉണ്ട്, അതിനെ എന്ത് വിളിച്ചു, പെരികാർഡിയം. പ്രൊട്ടക്റ്റഡ് ബൈ പെരികാർഡിയം. ആൻഡ് ഈ പെരികാർഡിയത്തിന് 2 ലേയേഴ്സ് ഉണ്ട്. അതിന്റെ ആ 2 ലേയേഴ്സിനും ഇടക്ക് ഒരു ഫ്ലൂയിഡും ഉണ്ട്. എന്തിനായിരിക്കും, ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി. ഓവറായിട്ട് റബ്ബിങ് നടന്ന് നശിച്ചു പോകാണ്ടിരിക്കാൻ ഫ്രിക്ഷൻ കുറക്കാൻ വേണ്ടി ഒരു പെരികാർഡിയൽ ഫ്ലൂയിഡും എൻക്ലോസ്ഡ് ആയിട്ടുണ്ട് 2 ലേയേഴ്സ് ഓഫ് പെരികാർഡിയത്തിനുള്ളിൽ. ഡബിൾ വാൾഡ് ആണ് നമ്മൾ ഓൾറെഡി പഠിച്ചല്ലോ. ആൻഡ് നമ്മുടെ ഹാർട്ടിന് എങ്ങനെയാ, ഓൾറെഡി നേരത്തെ ജസ്റ്റ് ഒന്ന് വേഗ്ലി ഡിസ്കസ് ചെയ്തിരുന്നു. 4 ചേംബേഴ്സ് ഉണ്ട്. 2 റിലേറ്റീവ്ലി സ്മോൾ അപ്പർ ചേംബേഴ്സ്, അതിന് നമ്മൾ ഏട്രിയ എന്ന് വിളിച്ചു. ആൻഡ് 2 ലാർജർ ലോവർ ചേംബേഴ്സ്, അതിനെ വെൻട്രിക്കിൾസ് എന്ന് വിളിച്ചു. 2 കുറച്ചും കൂടി റിലേറ്റീവ്ലി ചെറുതായ അപ്പർ ചേംബേഴ്സിനെ ഏട്രിയ എന്നും ബാക്കിയുള്ള 2 ലാർജർ ലോവർ ചേംബേഴ്സിനെ വെൻട്രിക്കിൾ എന്നും വിളിച്ചു. ആൻഡ് a thin muscular wall called the interatrial septum. ഇന്റർഏട്രിയൽ സെപ്റ്റം ഏത് സിനാരിയോല വരുന്നത്, പേര് പോലെ തന്നെ ഇന്റർ ഏട്രിയൽ, ബിറ്റ്വീൻ ദ ഏട്രിയ, റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ഏട്രിയന്റെ നടുക്ക് ഒരു എങ്ങനെയുണ്ട്, ഒരു തിൻ മസ്കുലർ വാൾ ഉണ്ട്. അതൊരു പോസിബിൾ MCQ ആണ്. ഐഡന്റിഫൈ ഇഫ് ഇറ്റ്സ് റൈറ്റ് ഓർ റോങ് സ്റ്റേറ്റ്മെന്റ് ചോദിക്കാം. തിൻ മസ്കുലർ വാൾ, അതേതാ തിൻ മസ്കുലർ വാൾ വരുന്ന ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ആൻഡ് പക്ഷേ തിക്ക് വാൾഡ് ആയിട്ടുള്ളത് ഏതാ, തിക്ക് വാൾഡ് ആയിട്ടുള്ളത് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ആണ്. ബിറ്റ്വീൻ ദ വെൻട്രിക്കിൾസ്, നമുക്കറിയാം വെൻട്രിക്കിൾസ് കുറച്ചും കൂടി റിലേറ്റീവ്ലി ലാർജർ ഇൻ സൈസ് ആണ്. അപ്പൊ എന്താ, അവരുടെ സെപ്റ്റം ഇച്ചിരി കൂടി തിക്ക് ആയിരിക്കണം. കാരണം ബ്ലഡ് പ്രഷറും അതേപോലെ കൂടുതലായിരിക്കുമല്ലോ. ലാർജ് സൈസ് ആണെങ്കിൽ ലാർജ് കപ്പാസിറ്റി. അപ്പൊ അതിനെ റെസിസ്റ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അതിനെ ബേസ്റ്റ് ചെയ്യാണ്ട് എഗൻസ്റ്റ് നിൽക്കാൻ വേണ്ടി കുറച്ചും കൂടി ലാർജർ സെപ്റ്റം വേണം. അപ്പൊ തിക്ക് വാൾഡ് ഇന്റർ വെൻട്രിക്കുലറും തിൻ മസ്കുലർ വാൾഡ് എങ്ങനെ, ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ദ ഏട്രിയം ആൻഡ് ദ വെൻട്രിക്കിൾ ഓഫ് ദി സെയിം സൈഡ്, അതും എങ്ങനെയാ, സെപ്പറേറ്റഡ് ആണ്. നമ്മൾ ഓൾറെഡി പഠിച്ചിരുന്നു. എല്ലാത്തിനും എങ്ങനെ 4 ചേംബറിനാ വെച്ചാൽ 4 ചേംബേഴ്സും തമ്മിൽ ഡിസ്റ്റിങ്ഷൻ അല്ലെങ്കിൽ സെപ്പറേഷൻ വേണം. അങ്ങനെ ഏട്രിയം ആൻഡ് വെൻട്രിക്കിൾ ഓഫ് ദ സെയിം സൈഡ് എന്തും കൊണ്ടാണ് സെപ്പറേറ്റഡ് ആയിട്ടുള്ളത്, ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം, which is what, a thick fibrous tissue. Thin membranous, thin muscular, thick fibrous, thin fibrous എന്നൊക്കെ ചോദിച്ച് നമ്മൾ പറയണം ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം thick fibrous tissue ആണ്. And however, each of the septa are provided with an opening through which the 2 chambers of the same side are connected. നമുക്കറിയാം എങ്ങനെ ഡീഓക്സിനേറ്റഡോ ഓക്സിനേറ്റഡോ രണ്ടും റെസ്പെക്റ്റീവ്ലി ഡീഓക്സിനേറ്റഡ് റൈറ്റ് സൈഡിലേക്കും ഓക്സിനേറ്റഡ് ലെഫ്റ്റ് സൈഡിലേക്കും പാസ് ഓൺ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി ആ തിക്ക് വാൾ അല്ലെങ്കിൽ ചേംബേഴ്സ് തമ്മിൽ ഓപ്പണിംഗ് അല്ലെങ്കിൽ കണക്ഷൻ വേണം. അപ്പൊ ആ കണക്ഷനും ഉണ്ട് എവിടെ, ഈ കണക്ട് ചെയ്യുന്ന സെപ്റ്റയില്. ആൻഡ് ദ ഓപ്പണിംഗ് ബിറ്റ്വീൻ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ ഇസ് ഗാർഡഡ് ബൈ എ വാൽവ് ഫോംഡ് ഓഫ് 3 മസ്കുലർ ഫ്ലാപ്സ് ഓർ കസ്പ്സ്. അതിന് നമ്മൾ എന്ത് വിളിച്ചു, റൈറ്റ് സൈഡിലെ ഏട്രിയം റൈറ്റ് സൈഡിലെ വെൻട്രിക്കിളും എങ്ങനെ, റൈറ്റ് RI 2 സൈഡിലുണ്ട്. ട്രൈ കസ്പിഡ് വാൽവ്, അതിലും RI ഉണ്ട്. അങ്ങനെ ഓർത്ത് വെക്കാം. ആൻഡ് ബാക്കിയുള്ളത് ഏതാ, ബൈ കസ്പിഡ് അല്ലെങ്കിൽ മിട്രൽ വാൽവ്, അതെവിടെയാ, ലെഫ്റ്റ് സൈഡിലെ ഏട്രിയം ലെഫ്റ്റ് സൈഡിലെ വെൻട്രിക്കിളും. ഒരു സൈഡിൽ ഓർത്ത് വെച്ചാൽ മറ്റേ സൈഡിൽ നാച്ചുറലി വരുമല്ലോ. നമുക്ക് ആകെ കൺഫ്യൂഷൻ ഉണ്ടാവുന്നത് എങ്ങനെയാ, ട്രൈ കസ്പിഡ് ആണോ ബൈ കസ്പിഡ് ആണോ റൈറ്റ്. അപ്പൊ നമ്മൾ റൈറ്റ് എന്ന് എഴുതിയാൽ നമുക്ക് അതിൽ തന്നെ ഉണ്ട് TRI, ട്രൈ കസ്പിഡ് റൈറ്റിലാന്നറിയാം. അപ്പൊ ബാക്കിയുള്ള ബൈ കസ്പിഡ് എവിടെയായിരിക്കും, ലെഫ്റ്റ് ഏട്രിയും ലെഫ്റ്റ് വെൻട്രിക്കിളിന്റെയും ഓപ്പണിംഗ് ആയിട്ട്. ഇനി ദ ഓപ്പണിങ്സ് ഓഫ് ദി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾസ്, റൈറ്റിലത്തെയും ലെഫ്റ്റിലത്തെയും വെൻട്രിക്കിൾസ് എങ്ങോട്ട് ഓപ്പൺ ചെയ്യും, നമുക്കറിയാം റൈറ്റ് വെൻട്രിക്കിൾ പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിൾ അയോർട്ടയിലേക്കും ഓപ്പൺ ചെയ്യും. ഇനി ഒരു ഇതെന്താന്ന് വെച്ചാൽ പൾമണറി എന്ന് പറഞ്ഞാൽ ജനറലി പൾമണറി പേര് കൂട്ടിയിട്ടുള്ള എല്ലാം എങ്ങനെയായിരിക്കും, ഓക്സിജനേറ്റഡ് ബ്ലഡ്, അതായത് പ്യോർ ബ്ലഡ് ക്യാരി ചെയ്യുന്നതായിരിക്കും, എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അതൊരു എക്സെപ്ഷൻ ആണ്. ആൻഡ് നമുക്കറിയാം ഇങ്ങനെ തിരിച്ചു ആലോചിക്കാം, എല്ലാ ആർട്ടറിയും എങ്ങനെ പ്യോർ ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ക്യാരി ചെയ്യുക എക്സെപ്റ്റ് പൾമണറി ആർട്ടറി. അതേപോലെ എല്ലാ വെയിനും ഇംപ്യോർ അല്ലെങ്കിൽ ഡി ഓക്സിജനേറ്റഡ് ബ്ലഡ് ആയിരിക്കും ക്യാരി ചെയ്യുക എക്സെപ്റ്റ് പൾമണറി വെയിൻ. അപ്പൊ പൾമണറി ആർട്ടറി നമുക്കറിയാം അത് എക്സെപ്ഷൻ ആണ്.
അപ്പൊ അത് ഏത് ക്യാരി ചെയ്യണം? ഡീ ഓക്സിനേറ്റഡ് ബ്ലഡ് ആയിരിക്കണം. എവിടുന്ന് വരുന്ന? റൈറ്റ് വെൻട്രിക്കിൾ നിന്ന് വരുന്ന. ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിളത്തെ നേരെ അയോട്ടയിലേക്കും പോകും. ആൻഡ് ഈ കണക്ഷൻ വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറി, ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടേക്കുള്ള കണക്ഷന് ഏത് വാൽവാണ്? സെമി ലൂണാർ വാൽവ്. ഇത് റൈറ്റ് ഏട്രിയ, റൈറ്റ് വെൻട്രിക്കിൾ, ലെഫ്റ്റ് ഏട്രിയ, ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇന്റർ ഏട്രിയൽ സെപ്റ്റം. ആൻഡ് ഇവിടെയോ ഒരു തിക്ക് വാൾ ഉണ്ടായിരുന്നു, ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. ആൻഡ് ദ ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾ ഓഫ് ദ സെയിം സൈഡ് എങ്ങനെ ഡിവൈഡ്? ഒരു തിക്ക് ഫൈബ്രസ് ടിഷ്യൂ, തിക്ക് ഫൈബ്രസ് ടിഷ്യൂ കൊണ്ട് ഡിവിഷൻ നടക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഓപ്പണിംഗ് ഉണ്ട്. റൈറ്റ് ഏട്രിയ റൈറ്റ് വെൻട്രിക്കിൾ തമ്മിലുള്ള ഓപ്പണിങ്ങിന് എങ്ങനെയാ? നമുക്കറിയാം, റൈറ്റ് വെച്ച് പറയുകയാണെങ്കിൽ അത് ട്രൈ കസ്പിഡ് വാൽവ് എന്ന് വിളിച്ചു. ഇനി ലെഫ്റ്റിലത്തെ ആണെങ്കിലോ അതിന് ബൈ കസ്പിഡ് വാൽവ് എന്ന് വിളിച്ചു. ഈ വാൽവ് ഇങ്ങനെ അടക്കും ചെയ്യും, തുറക്കുകയും ചെയ്യും. ഏട്രിയൽ ഫില്ലിങ്ങിന്റെ സമയത്ത് അത് അടച്ചിരിക്കും. ആൻഡ് വെൻ ദ ബ്ലഡ് ഇസ് പാസ്ഡ് ഓൺ ടു ദി വെൻട്രിക്കിൾ അത് തുറന്നിരിക്കും. ഇനി അത് പോയി കഴിഞ്ഞാൽ പിന്നെയും അടക്കും. അതാണ് അതിന്റെ മെക്കാനിസം. അപ്പൊ ഇത്രയും കണ്ടു. ഇനി റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് ഈ ബ്ലഡ് എങ്ങോട്ടായിരിക്കും പോവുക? പൾമണറി ആർട്ടറി. ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്നോ? അയോട്ട. ഇനി ഇവിടുത്തെ കണക്ഷൻ എങ്ങനെയാ? പൾമണറി ആർട്ടറി, അതിന്റെ നടുക്കുള്ള കണക്ഷൻ എങ്ങനെയാ? സെമി ലൂണാർ വാൽവ്സ്. അതേപോലെ ഇവിടുത്തെ കണക്ഷൻ എങ്ങനെയായിരിക്കും? സെമി ലൂണാർ വാൽവ്സ്. ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. ഇനി ഈ വാൽവ്സ് എങ്ങനെയാ ഹെൽപ്പ് ചെയ്യുക? നമുക്കറിയാം, വാൽവ്സ് പ്രിവെന്റ് ബാക്ക് ഫ്ലോ ഓഫ് ബ്ലഡ്. അപ്പോ എങ്ങനെയാ? താഴെ ഈ വെൻട്രിക്കിൾ നിറഞ്ഞുകൊണ്ട് ഈ വെൻട്രിക്കിൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിരിച്ച് ഏട്രിയത്തിലേക്ക്, ഏട്രിയെന്നാണല്ലോ വെൻട്രിക്കിളിലേക്ക് വന്നത്, അപ്പൊ തിരിച്ചു പോകാണ്ടിരിക്കാൻ നമ്മൾ ഈ വാൽവ് പതുക്കെ അടയും. അപ്പൊ ഇങ്ങനെ ബാക്ക് ഫ്ലോ പ്രിവെന്റഡ് ആവും. അപ്പൊ വാൽവ്സിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് കണ്ടു. They prevent any backward flow. ആൻഡ് അതിന്റെ മസിൽസിനെയും അതിന്റെ മെക്കാനിസത്തിനെയും കുറിച്ച് പറയുകയാണെങ്കിൽ എൻറ്റയർ ഹാർട്ട് ഇസ് മെയ്ഡ് ഓഫ് കാർഡിയാക് മസിൽ. ഇത് ലോജിക് ആണ്. ആൻഡ് ദ വാൾസ് ഓഫ് വെൻട്രിക്കിൾസ് നമുക്കറിയാം ഓൾറെഡി കുറച്ചും കൂടി തിക്കർ ആണ് ദാൻ ദാറ്റ് ഓഫ് ഏട്രിയ. കാരണം എന്താ? വെൻട്രിക്കിൾസ് ലോവർ ലാർജർ കമ്പാർട്ട്മെന്റ് ആണ്. അപ്പൊ അതിന് കുറച്ചും കൂടി തിക്ക് വാൾസ് വേണം. ആൻഡ് സ്പെഷ്യലൈസ്ഡ് കാർഡിയാക് മസ്കുലേച്ചർ കോൾഡ് ദി നോഡൽ ടിഷ്യൂസ് ഓൾസോ ഡിസ്ട്രിബ്യൂട്ടഡ് ഇൻ ദ ഹാർട്ട്. അടുത്ത മേജർ ഫംഗ്ഷൻ നിർവഹിക്കുന്ന ഒരാളാണ് ഈ നോഡൽ ടിഷ്യൂ. അതിന്റെ ഫംഗ്ഷൻ നമ്മളിപ്പോ കാണും. A patch of this tissue is present in the right upper corner of the right atrium. അതായത് ഇതാണ് റൈറ്റ് ഏട്രിയം. ഇതിലത്തെ ഈ റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണർ ഇവിടെ എന്തുണ്ട്? റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിൽ സൈനോ ഏട്രിയൽ നോഡ് അഥവാ SAN ഉണ്ട്. ആൻഡ് ഈ നോഡൽ ടിഷ്യൂന്റെ വേറൊരു പാർട്ട്, അതായത് വേറൊരു മാസ് എവിടെ നമുക്ക് കാണാൻ പറ്റും? ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. ഇതെപ്പോഴും MCQയിൽ ചോദിക്കുന്നതാണ്. ഈ ലോവർ ലെഫ്റ്റ് റൈറ്റ് ഏട്രിയത്തിനാണോ ലെഫ്റ്റ് ഏട്രിയത്തിന്റെയാണോ ഏത് കോർണറിലാണെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. അപ്പോൾ ഇതേ റൈറ്റ് ഏട്രിയത്തിന്റെ തന്നെ ലോവർ ലെഫ്റ്റ് കോർണറിൽ എന്തുണ്ട്? AV നോഡ് ഉണ്ട്. AV നോഡ് ലോവർ ലെഫ്റ്റ് കോർണർ ഓഫ് റൈറ്റ് ഏട്രിയം. അപ്പൊ നമുക്ക് ഒരു കാര്യം മനസ്സിലായി, നോഡൽ ടിഷ്യൂ നമ്മൾ രണ്ട് രീതിയിൽ പഠിച്ചു, SAN ഉം AVN ഉം. ഇതിൽ രണ്ടും ഏത് ഏട്രിയത്തിൽ തന്നെ ഉള്ളൂ? റൈറ്റ് ഏട്രിയത്തിൽ. അതിൽ SAN എങ്ങനെ? റൈറ്റ് അപ്പർ കോർണറും ഓപ്പോസിറ്റ് ലെഫ്റ്റ് ലോവർ കോർണറിൽ എവിടെ? AVN ഉം ഉണ്ട്. ആൻഡ് ബണ്ടിൽ ഓഫ് നോഡൽ ഫൈബേഴ്സ് ഏട്രിയോ വെൻട്രിക്കുലർ ബണ്ടിൽ അല്ലെങ്കിൽ AV ബണ്ടിൽ എവിടുന്ന് വരുന്നു? ഈ AVN എന്ന് കണ്ടിന്യൂസ് ആയിട്ട് AV ബണ്ടിൽ ഉണ്ടാവുന്നു. ആൻഡ് അവരെങ്ങനെ? ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റയിലെ കൂടി പാസ് ചെയ്ത് എമേർജ് ചെയ്യും ഓൺ ടോപ്പ് ഓഫ് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം ആൻഡ് ഇമ്മീഡിയറ്റ്ലി ഡിവൈഡ്സ് ഇൻ ടു റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ. നമുക്കറിയാം AVN ഇവിടെയായിരുന്നു, SAN റൈറ്റ് അപ്പർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയത്തിലായിരുന്നു. ആൻഡ് ഇവിടുന്ന് ഇതെങ്ങനെയാ? ഇതെന്താ സാധനം? ഇത് ഇന്റർ ഏട്രിയൽ സെപ്റ്റം ആയിരുന്നു. ആൻഡ് ഈ AV ബണ്ടിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ? ഈ AVN തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് അത് ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റയിലേക്ക് കൂടി വന്ന് ആ സൈഡിലെ ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റയിലേക്ക് കൂടി ട്രാവേഴ്സ് ചെയ്ത് എങ്ങോട്ട് വരും? എമേർജ് ചെയ്യും. എവിടെ? ഓൺ ദി ടോപ്പ് ഓഫ് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം. അതായത് ഇതാണ് ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം, അറിയാം ഇതാണെന്ന്.
രണ്ട് വെൻട്രിക്കിളും തമ്മിൽ സെപ്റ്റം. ഇതിന്റെ ടോപ്പിൽ എമേർജ് ചെയ്ത് ഡിവൈഡ് ചെയ്യും. എങ്ങനെ? റൈറ്റ് ആൻഡ് ലെഫ്റ്റ് രണ്ട് ബ്രാഞ്ചസ് ആയിട്ട് ബ്രാഞ്ച് ചെയ്ത് റൈറ്റ് ബണ്ടിലും ലെഫ്റ്റ് ബണ്ടിലും വരും. ആൻഡ് ഈ ബ്രാഞ്ചസ് എങ്ങനെ? മൈന്യൂട്ട് ഫൈബേഴ്സിലേക്ക് ഡിവൈഡ് ചെയ്യും. പിന്നെയും ബ്രാഞ്ച് ഓഫ് എ. ആൻഡ് എന്ത് സപ്ലൈ ചെയ്യും? ത്രൂ ഔട്ട് ദി വെൻട്രിക്കുലർ മസ്കുലേച്ചർ ഓഫ് റെസ്പെക്റ്റീവ് സൈഡ്സ്. ഈ വെൻട്രിക്കിളിന്റെ മസ്കുലർ വാളിലേക്കും ഈ വെൻട്രിക്കുലർ മസ്കുലർ വാളിനും റെസ്പെക്റ്റീവ്ലി റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽ എങ്ങനെ സപ്ലൈ ത്രൂ ഔട്ട് പാസ് ചെയ്യും. ആൻഡ് അതിന് നമ്മൾ എന്ത് വിളിച്ചു? പെർകിഞ്ചെ ഫൈബേഴ്സ് എന്ന് വിളിച്ചു. ഈ ഫൈബറിനെ നമ്മൾ എന്ത് വിളിച്ചു? പെർകിഞ്ചെ ഫൈബേഴ്സ്. നോഡൽ മസ്കുലേച്ചറിന്റെ എബിലിറ്റി എന്താ, അതിന്റെ ഫംഗ്ഷൻ എന്താന്ന് വെച്ചാൽ അത് ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. നമുക്കറിയാം ഹാർട്ട് തന്നെ ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം, അല്ലാണ്ട് എപ്പോഴും സ്റ്റിമുലൈ കൊടുക്കേണ്ടി വന്നാൽ എങ്ങനെയാ? പെട്ടെന്ന് എക്സോസ്റ്റഡ് ആവും. അപ്പൊ നമുക്ക് എങ്ങനെയാ അവർക്ക് ആക്ഷൻ പൊട്ടൻഷ്യൽ ഓൺ ഇറ്റ്സ് ഓൺ ജനറേറ്റ് ചെയ്യണം വിത്തൗട്ട് എനി എക്സ്റ്റേണൽ സ്റ്റിമുലൈ. അതായത് ഓട്ടോ എക്സൈറ്റബിലിറ്റി കാണിക്കുന്ന ഫീച്ചർ ഉണ്ട്. അപ്പോ എന്താ ചെയ്യാ? അതിന് ഹെൽപ്പ് ചെയ്യുന്ന സാധനമാണ് ഈ നോഡൽ ടിഷ്യൂ. ആൻഡ് number of action potentials that could be generated in a minute vary at different parts of nodal system. ഈ സെന്റൻസ് ഇമ്പോർട്ടന്റ് ആണ്. SN can generate the maximum number of action potentials 70 to 75 per minute and is responsible for what? ഇനീഷ്യേറ്റ് ചെയ്യാനും മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും. എങ്ങനെ? ഈ കോൺട്രാക്ടൈൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട്. അതുകൊണ്ട് നമ്മൾ SI നോഡിനെ എന്ത് വിളിച്ചു? ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെന്റൻസ് പേസ് മേക്കർ. പേസ് മേക്കർ എന്തിനെ വിളിച്ച്? SI നോഡിനെ വിളിച്ചു. അപ്പോ ഈ നമ്മൾ വിചാരിക്കും AV നോഡ് എന്താ? AV നോഡ് ഈ SI നോഡ് റിലീസ് ചെയ്യുന്ന അല്ലെങ്കിൽ എക്സൈറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന ആക്ഷൻ പൊട്ടൻഷ്യൽസിനെ കണ്ടക്ട് ചെയ്ത് രണ്ട് റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ബണ്ടിൽസിലേക്കും അതിന്റെ കണ്ടിന്യൂ ചെയ്ത് വരുന്ന പെർകിഞ്ചെ ഫൈബേഴ്സിന് കൊടുത്ത് പേസ് സെറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അപ്പോ SI നോഡിന് പേസ് മേക്കർ എന്നും AV നോഡിന് പേസ് സെറ്റർ എന്നും വിളിച്ചു. ഇനി ഹാർട്ട് ബീറ്റ് ജനറലി എത്രയായിരിക്കും? നമുക്കറിയാം ആവറേജ് 72 ബീറ്റ്സ് പെർ മിനിറ്റ് അല്ലെങ്കിൽ 70 to 75 അത്രയും ഉണ്ടായിരിക്കും. അപ്പൊ ഇത്രയും കാര്യം നമ്മൾ പഠിച്ചു. എങ്ങനെ SI നോഡ് റൈറ്റ് ഏട്രിയത്തിന്റെ അപ്പർ റൈറ്റ് കോർണറിലും AV നോഡ് ലെഫ്റ്റ് ലോവർ കോർണർ ഓഫ് റൈറ്റ് ഏട്രിയമിലും ആയിരിക്കും. ആൻഡ് ഇവിടുന്ന് കണ്ടിന്യൂ ചെയ്ത് ഇന്റർ ഏട്രിയോ വെൻട്രിക്കുലർ സെപ്റ്റം വഴി ട്രാവേഴ്സ് ചെയ്യും. ആര്? ഈ AV ബണ്ടിൽ. ആൻഡ് it emerges on top of what? Interventricular septum to divide into two, which supplies the respective sides of ventricular muscle അല്ലെങ്കിൽ വെൻട്രിക്കുലർ വാളിന്റെ റെസ്പെക്റ്റീവ് സൈഡ്സിലേക്ക് സപ്ലൈ ചെയ്യും. ആൻഡ് അതിന് നമ്മൾ പെർകിഞ്ചെ ഫൈബേഴ്സ് എന്നും കണ്ടു. ആൻഡ് SI നോഡ് എന്താ? പേസ് മേക്കർ. AV നോഡ് എന്താ? പേസ് സെറ്റർ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി കാർഡിയാക് സൈക്കിൾ. കാർഡിയാക് സൈക്കിൾ എന്താന്ന് വെച്ചാൽ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ 4 ചേമ്പേഴ്സും ഹാർട്ടിന്റെ 4 ചേമ്പേഴ്സും ഒരു റിലാക്സ്ഡ് സ്റ്റേറ്റിലായിരിക്കും. അതായത് അതിനെന്ത് പറയും? ആ റിലാക്സ്ഡ് സ്റ്റേറ്റിനെ ജോയിന്റ് ഡയസ്റ്റോൾ എന്ന് വിളിക്കും. അപ്പോ 4 ചേമ്പറും റിലാക്സ്ഡ് സ്റ്റേറ്റ് അല്ലെങ്കിൽ ജോയിന്റ് ഡയസ്റ്റോളിലായിരിക്കും. ആൻഡ് പതുക്കെ ഈ ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൽവും, ട്രൈകസ്പിഡ് ബിറ്റ്വീൻ ദ റൈറ്റ് ഏട്രിയം ആൻഡ് റൈറ്റ് വെൻട്രിക്കിൾ, ബൈകസ്പിഡ് ബിറ്റ്വീൻ ലെഫ്റ്റ് ഏട്രിയം ആൻഡ് ലെഫ്റ്റ് വെൻട്രിക്കിൾ, ഇത് രണ്ടും പതുക്കെ ഓപ്പൺ ആവും. ആ വാൽവ് ഓപ്പൺ ആവുമ്പോ ബ്ലഡ് എങ്ങനെയാ? ആ വാൽവ് ഓപ്പൺ ആകുമ്പോ അത് വരച്ച് കാണിക്കേണ്ടി വരും. ഇവിടുത്തത് ട്രൈകസ്പിഡും ഇവിടുത്തെ ബൈകസ്പിഡും. ഈ 2 വാൽവ്സും ഓപ്പൺ ആവുമ്പോ ബ്ലഡ് ഫ്രം ദി പൾമണറി വെയിൻസ് ആൻഡ് വീന കാവ. നമുക്കറിയാം പൾമണറി വെയിൻസ് എന്താ? സുപ്പീരിയർ ആൻഡ് ഇൻഫീരിയർ വീന കാവ എന്ന് പറയുന്നത് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ടിഷ്യൂസിൽ നിന്ന്, സുപ്പീരിയർ എന്ന് പറഞ്ഞാൽ അപ്പർ ബോഡിന്റെയും ഇൻഫീരിയർ എന്ന് പറഞ്ഞാൽ ലോവർ ബോഡിന്റെയും ഡീഓക്സിനേറ്റഡ് ബ്ലഡ് കളക്ട് ചെയ്ത് എങ്ങോട്ടേക്ക് വിടുന്ന ആളാ? റൈറ്റ് ഏട്രിയത്തിലേക്ക് വിടുന്ന ആളാ. അപ്പൊ വീന കാവയെന്നാണ് റൈറ്റ് ഏട്രിയത്തിലേക്ക് പോകുന്നത്. ആൻഡ് പൾമണറി വെയിൻ എന്താ? നമുക്കറിയാം ഓക്സിജനേറ്റഡ് ബ്ലഡ് എവിടുന്ന്? ലങ്സിൽ നിന്ന് എങ്ങോട്ട് കൊടുക്കുന്ന ആളാ? ലങ്സിൽ നിന്ന് ഏട്രിയത്തിലേക്ക്, അതായത് ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് കൊടുക്കുന്ന ആളാണ്. പൾമണറി വെയിൻ നിന്ന് ലെഫ്റ്റ് ഏട്രിയത്തിലേക്കും വീന കാവയിൽ നിന്ന് റൈറ്റ് ഏട്രിയത്തിലേക്കും ഫ്ലോ ചെയ്യും ബ്ലഡ്. ആൻഡ് ഇവിടുന്ന് ഓൾറെഡി ഇങ്ങനെ ബ്ലഡ് ഫ്ലോ ചെയ്യുന്നത് എങ്ങോട്ടേക്ക് വരും? ഈ വാൽവ് ഓപ്പൺ ചെയ്യുമ്പോൾ പതുക്കെ അതിന്റെ റെസ്പെക്റ്റീവ് വെൻട്രിക്കിൾസിലേക്ക് വരും.
ആൻഡ് ഈ സമയത്ത് സെമി ലൂണാർ വാൽവ്സ് എവിടെയില്ല നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരുന്നു. എങ്ങനെ സെമി ലൂണാർ വാൽവ്സ് ആണ് ഈച്ച് സൈഡ് ഓഫ് വെൻട്രിക്കിൾ നിന്ന്. റൈറ്റ് ആണെങ്കിൽ അത് എങ്ങോട്ടേക്ക് പോകുന്നത്? റൈറ്റിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റിൽ നിന്ന് അയോട്ടയിലേക്കും പോകുന്ന ഇവിടെയാണ് സെമി ലൂണാർ വാൽവ്സ് ഉള്ളത്. ഈ സമയത്ത് സെമി ലൂണാർ വാൽവ്സ് ആദ്യം ക്ലോസ്ഡ് സ്റ്റേറ്റിലായിരിക്കും. കാരണം എന്താ? ഇത് നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതിവിടെ ഓപ്പൺ ആണെങ്കിൽ ലീക്കേജ് പോലെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ ഫില്ല് ചെയ്യുന്നതിന് ഒരു മീനിങ് ഉണ്ടാവില്ല. അതുകൊണ്ട് അതാദ്യം എങ്ങനെയായിരിക്കും? ക്ലോസ്ഡ് ആയിരിക്കും സെമി ലൂണാർ വാൽവ്സ്. ആൻഡ് അപ്പോ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് SAN ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യും. ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന വെച്ചാൽ രണ്ട് ഏട്രിയയും ഒരു സൈമൾട്ടേനിയസ് കൺട്രാക്ഷനിലേക്ക് പോകും. നമുക്കറിയാം റൈറ്റ് ഏട്രിയത്തിന്റെ റൈറ്റ് അപ്പർ കോർണറിലാണ് SA നോഡ്. ഇത് സ്റ്റിമുലേറ്റഡ് ആകുമ്പോൾ എന്താ പറ്റുക? രണ്ട് ഏട്രിയും കോൺട്രാക്ഷനിലേക്ക് പതുക്കെ പോകും. സൈമൾട്ടേനിയസ് കോൺട്രാക്ഷനിലേക്ക് പോകും. SA നോഡ് ഇനിഷ്യേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്യുമ്പോൾ രണ്ട് ഏട്രിയം സൈമൾട്ടേനിയസ് കൺട്രാക്ഷനിലേക്ക് പോകും. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഏട്രിയൽ സിസ്റ്റോൾ. ഏട്രിയൽ സിസ്റ്റോൾ. ഇനി ഏട്രിയൽ സിസ്റ്റോൾ ഓൾറെഡി നമുക്കറിയാം പതുക്കെ വീന കാവേന്ന് വരുന്നത് റൈറ്റ് ഏട്രിയം വഴി എങ്ങോട്ട് പോകുന്നുണ്ട്? റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോകുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ കൺട്രാക്ഷൻ കൂടി ആകുമ്പോൾ ഇൻക്രീസസ് ദ ബ്ലഡ് ഫ്ലോ ഇൻ ടു വെൻട്രിക്കിൾസ്. എത്ര ശതമാനം? അബൌട്ട് 30%. 30% ടൈംസ് ഇൻക്രീസ് ആവും. ഈ ബ്ലഡ് ഫ്ലോ കുറച്ചും കൂടി ഫാസ്റ്റ് ആവും. അതായത് 30% കുറച്ചും കൂടി സ്പീഡിലാവും. ആൻഡ് ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ ഇനി എങ്ങോട്ടേക്ക് പോകും? നമുക്കറിയാം ഇപ്പൊ ഏട്രിയാണ് കൺട്രാക്ട് ചെയ്തത്, അതായത് ഏട്രിയയിലേക്കാണ് ജനറേറ്റ് ചെയ്തത് ആക്ഷൻ പൊട്ടൻഷ്യൽ. ഇതിന് വെൻട്രിക്കുലർ സൈഡിലേക്ക് പോകണം. ഈ വെൻട്രിക്കുലർ സൈഡിലേക്ക് പോകാനാണ് നമ്മുടെ അടുത്ത ഹെൽപ്പർ ഇവിടെ താഴെ ഇരിക്കുന്നത്. ആര്? AV നോഡ്. അതായത് റൈറ്റ് ഏട്രിയത്തിലെ ലെഫ്റ്റ് ലോവർ കോർണറിൽ ഇരിക്കുന്ന AV നോഡ് പതുക്കെ എങ്ങോട്ടേക്ക് കൊടുക്കും? ഈ ഇന്റർ വെൻട്രിക്കുലർ സെപ്റ്റം വഴി രണ്ട് സൈഡിലേക്കും ഈ പൊട്ടൻഷ്യൽ കണ്ടക്ട് ചെയ്യും. അങ്ങനെ എൻറ്റയർ വെൻട്രിക്കുലർ മസ്കുലേച്ചറിലേക്കും ഈ ആക്ഷൻ പൊട്ടൻഷ്യൽ എത്തി. ഇത് വരുമ്പോ എന്താ പറ്റുക? ഈ വെൻട്രിക്കുലർ മസിൽസും ഇതിന്റെ കൂടെ കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. അതിനെ നമ്മൾ എന്ത് വിളിച്ചു? വെൻട്രിക്കുലർ സിസ്റ്റോൾ എന്ന് വിളിച്ചു. ഇനി വെൻട്രിക്കുലർ സിസ്റ്റോൾ കഴിഞ്ഞ് ഇനി എന്താ സംഭവിക്കുക? ഓൾറെഡി വെൻട്രിക്കിൾ കൺട്രാക്ട് ചെയ്ത് ഇതിന്റെ പുറത്തേക്ക് ബ്ലഡ് ഫ്ലോ കൊടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോ ഏട്രിയ എന്ത് ചെയ്യും? ഇനി ഏട്രിയയുടെ പണിയൊന്നുമില്ല. ഓൾമോസ്റ്റ് വെൻട്രിക്കിളിന് അടുത്തതിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഏട്രിയ അണ്ടർഗോസ് റിലാക്സേഷൻ. അതിനെ വിളിക്കുന്നതാണ് ഏട്രിയൽ ഡയസ്റ്റോൾ. അങ്ങനെ അപ്പൊ NCERT പറയുന്നുണ്ട് ഈ ഏട്രിയൽ ഡയസ്റ്റോൾ എന്തിനോട് കോയിൻസൈഡ് ചെയ്യും? വെൻട്രിക്കുലർ സിസ്റ്റോളിനോട് കോയിൻസൈഡ് ചെയ്യും. അതായത് അവർ ഓൾമോസ്റ്റ് സെയിം ടൈമിൽ നടക്കും. ആൻഡ് വെൻട്രിക്കുലർ സിസ്റ്റോൾ ഇൻക്രീസസ് ദ വെൻട്രിക്കുലർ പ്രഷർ കോസിങ്. ആ വെൻട്രിക്കുലർ സിസ്റ്റോൾ ഒരു സാധനം കൂടി ഫെസിലിറ്റേറ്റ് ചെയ്യും. എന്ത്? ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ്. നമുക്കറിയാം ഇതിവിടെ കൺട്രാക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം തിരിച്ച് ബ്ലഡ് മേലോട്ട് പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. അപ്പൊ എന്താ പറ്റുക? ഈ വെൻട്രിക്കുലർ സിസ്റ്റോൾ ഫെസിലിറ്റേറ്റ് ചെയ്യും. എന്തിനെ? ട്രൈകസ്പിഡിനെയും ബൈകസ്പിഡ് വാൽവ്സിനെയും ക്ലോസ്ഡ് അല്ലെങ്കിൽ അതിന്റെ ക്ലോഷറിനെ ഹെൽപ്പ് ചെയ്യും. ഡ്യൂ ടു attempted backflow of blood into atria as the ventricular pressure increases further. എങ്ങനെയാ? സെമി ലൂണർ വാൽവ്സ് ഗാർഡിങ് ദ പൾമണറി ആർട്ടറി ആൻഡ് അയോട്ട ഫോഴ്സ്ഡ് ഓപ്പൺ. അപ്പൊ എങ്ങനെയാ ചെയ്യാ? ഈ സെമി ലൂണർ വാൽവ്സ് ഫോഴ്സ്ഡ് ഓപ്പൺ ആവും. കാരണം എന്താ? വെൻട്രിക്കുലർ സിസ്റ്റോളിന്റെ പ്രഷർ കൂടി വരികയാണ്. അങ്ങനെ ഫോഴ്സ് ഓപ്പൺ ചെയ്ത് allowing the blood in the ventricles to flow through the vessels into the circulatory path. Circulatory path എന്താണെന്ന് അറിയാം? റൈറ്റ് വെൻട്രിക്കിളിൽ നിന്ന് പൾമണറി ആർട്ടറിയിലേക്കും ലെഫ്റ്റ് വെൻട്രിക്കിളിൽ നിന്ന് അയോട്ടിലേക്കും കണ്ടിന്യൂ ചെയ്ത് പോകും. ഇനി ഇത് കഴിഞ്ഞ് എന്താ സംഭവിക്കുക? ഇത് കഴിഞ്ഞാണ് നമ്മുടെ അടുത്ത വെൻട്രിക്കുലർ ഡയസ്റ്റോൾ വരാൻ പോകുന്നത്. വെൻട്രിക്കിൾസ് നൗ റിലാക്സ്, അതായത് വെൻട്രിക്കുലർ ഡയസ്റ്റോൾ ആൻഡ് വെൻട്രിക്കുലർ പ്രഷർ പതുക്കെ കുറഞ്ഞു വരും. വെൻട്രിക്കുലർ പ്രഷർ കുറഞ്ഞു വരുമ്പോൾ അടുത്ത് എന്താ പറ്റുക? closure of semi-lunar valves which prevents the backflow of blood into the ventricles. അങ്ങനെ പതുക്കെ വെൻട്രിക്കുലർ പ്രഷർ കുറഞ്ഞു വന്ന് അപ്പൊ എന്താ ചെയ്യാ? അടുത്ത സൈക്കിൾ കണ്ടിന്യൂ ചെയ്യാൻ
ട്രൈകസ്പിഡും ബൈകസ്പിഡ് വാൽവും പതുക്കെ പുഷ്ഡ് ഓപ്പൺ ആവും. കാരണം എന്താ, ആ ബ്ലഡ് ഏട്രിയല് നിറഞ്ഞു വരികയാണ്. പോരാത്തിന് വെൻട്രിക്കിൾ റിലാക്സ് ചെയ്ത് അതിന്റെ പ്രഷർ കുറഞ്ഞു വരികയാണ്. അങ്ങനെ ആ പുഷ് ഓപ്പൺ നടക്കും ഏതിന്റെ, ട്രൈകസ്പിഡും ബൈകസ്പിഡും വാൽവ്സിന്റെ. ആൻഡ് എന്താ പറ്റുക, അവര് പതുക്കെ എം ടി ചെയ്യാൻ അഗെയിൻ സ്റ്റാർട്ട് ചെയ്യും. ആൻഡ് ദ ബ്ലഡ് നൗ വൺസ് അഗെയിൻ മൂവ്സ് ഫ്രീലി ടു ദി വെൻട്രിക്കിൾസ്. ദ വെൻട്രിക്കിൾസ് ഇൻ ഏട്രിയ നൗ അഗെയിൻ ഇൻ എ ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റേറ്റ്. നമുക്കറിയാം ആദ്യം സ്റ്റാർട്ടിങ്ങില് ഒരു ജോയിന്റ് ഡയസ്റ്റോൾ സ്റ്റേറ്റ് ആയിരുന്നു. അവിടുന്നാണ് പതുക്കെ ഏട്രിയൽ സിസ്റ്റോൾ, വെൻട്രിക്കുലർ സിസ്റ്റോൾ വിച്ച് കോയിൻസൈഡ്സ് വിത്ത് ഏട്രിയൽ ഡയസ്റ്റോൾ, പിന്നെ വെൻട്രിക്കുലർ ഡയസ്റ്റോൾ. ഇത് കഴിഞ്ഞ് അഗെയിൻ ബാക്ക് ടു ജോയിന്റ് ഡയസ്റ്റോൾ. ഈ പ്രോസസ്സ് പിന്നെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ദിസ് സീക്വൻഷ്യൽ ഈവന്റ് ഇൻ ദ ഹാർട്ട് വിച്ച് ഇസ് സൈക്ലിക്കലി റിപ്പീറ്റഡ്. ഇതിനെയാണ് നമ്മൾ കാർഡിയാക് സൈക്കിൾ എന്ന് വിളിക്കുന്നത്. ആൻഡ് അതിൽ എന്തൊക്കെ ഉണ്ട് നമ്മൾ കണ്ടു, സിസ്റ്റോൾ ആൻഡ് ഡയസ്റ്റോൾ ഓഫ് ബോത്ത് ദി ഏട്രിയ ആൻഡ് വെൻട്രിക്കിൾസ്. രണ്ടിന്റെ സിസ്റ്റോളും ഡയസ്റ്റോളും ഉണ്ട്. ആൻഡ് ദ ഹാർട്ട് ബീറ്റ്സ് 72 പ്രാവശ്യം നമുക്കറിയാം പെർ മിനിറ്റ്. അതായത് അതിന്റെ ലിറ്ററൽ മീനിങ് എന്താന്ന് വെച്ചാൽ, ഒരു മിനിറ്റിൽ ഇത്രയും കാർഡിയാക് സൈക്കിൾസ് ഹാർട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് ഇറ്റ് കുഡ് ബി ഡെഡ്യൂസ്ഡ് ദാറ്റ്, അങ്ങനെ നമ്മൾ ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും ഒരു മിനിറ്റിൽ 72%, അതായത് ഒരു മിനിറ്റിൽ 72 കാർഡിയാക് സൈക്കിൾ നടക്കും. അപ്പോ ഒരു കാർഡിയാക് സൈക്കിളിന് എത്ര വേണം, അതായത് 60 seconds ഡിവൈഡ് ബൈ 72. ഇത് എത്ര വരുന്നുണ്ട്, 0.8 seconds വേണം. അപ്പൊ ഒരു കാർഡിയാക് സൈക്കിളിന്റെ ആവറേജ് ഡ്യൂറേഷൻ 0.8 seconds ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തു. ആൻഡ് ഓരോ കാർഡിയാക് സൈക്കിളിന്റെ സമയവും ഈച്ച് വെൻട്രിക്കിൾ, അത് ഇമ്പോർട്ടന്റ് ആണ്, ആ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റിന് ചോദിക്കാവുന്നതാണ്. ഈച്ച് വെൻട്രിക്കിൾ pumps out approximately 70 ml of blood, which is called the stroke volume. Stroke volume എന്താ, ഓരോ വെൻട്രിക്കിളും ഈച്ച് അവിടെ ഇമ്പോർട്ടന്റ് ആണ്. ഈച്ച് ഇമ്പോർട്ടന്റ് ആണ്. ഓരോ വെൻട്രിക്കിളും പമ്പ് ഔട്ട് ചെയ്യുന്ന അപ്രോക്സിമേറ്റ് എമൗണ്ട് ഓഫ് ബ്ലഡ് എത്രയാണ്, സ്ട്രോക്ക് വോളിയം എന്ന് അതിനെ വിളിച്ചു. അത് എമൗണ്ട് എത്രയാ, 70 ml. ആൻഡ് ഓരോ വെൻട്രിക്കിളും ഇത്ര റിലീസ് ചെയ്യും. അപ്പോ സ്ട്രോക്ക് വോളിയം മൾട്ടിപ്ലൈഡ് ബൈ ദി ഹാർട്ട് റേറ്റ്, അതാണ് നമ്മുടെ കാർഡിയാക് ഔട്ട്പുട്ട്. കാർഡിയാക് ഔട്ട്പുട്ട് എന്താ, നമുക്കറിയാം ഒരു കാർഡിയാക് സൈക്കിളിൽ ആവറേജ് 70 ml റിലീസ് ചെയ്യും. അപ്പൊ നമുക്കറിയാം ഒരു മിനിറ്റിൽ എത്ര കാർഡിയാക് സൈക്കിൾ ഉണ്ട്, 72 കാർഡിയാക് സൈക്കിൾ ഉണ്ട്. 72 into 70 ml ആണ് കാർഡിയാക് ഔട്ട്പുട്ട് എന്ന് വെച്ചാൽ ഒരു മിനിറ്റില്. അത് ഇമ്പോർട്ടന്റ്, ആ ഒരു മിനിറ്റും ഇമ്പോർട്ടന്റ് ആണ്. ഒരു മിനിറ്റിൽ എത്ര ടോട്ടൽ വോളിയം ഓഫ് ബ്ലഡ് പംപ്ഡ് ഔട്ട് ബൈ ഈച്ച്, ആ ഈച്ചും ഇമ്പോർട്ടന്റ് ആണ്. അഗൈൻ ഈച്ച് വെൻട്രിക്കിൾ പെർ മിനിറ്റ് എത്ര വരും, ആവറേജ് ചെയ്ത് നോക്കുമ്പോൾ ഒരു 5 liter വരും ഹെൽത്തി ഇൻഡിവിജ്വലില്. ആൻഡ് നമുക്ക് ഒരു കാര്യം കൊണ്ട് അറിയാനുണ്ട്, ബോഡിക്ക് എങ്ങനെ ഈ കാർഡിയാക് ഔട്ട്പുട്ട് നമുക്കറിയാം സ്ട്രോക്ക് വോളിയം ഇൻറ്റു ഹാർട്ട് റേറ്റ് ആണ്. അപ്പൊ അത് ഓൾട്ടർ ചെയ്യാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ചില സമയത്ത് ഓവറായിട്ട് ബ്ലഡ് പ്രഷർ കോമ്പൻസേറ്ററി മെക്കാനിസം വർക്ക് ചെയ്യുന്നത് ഈ ബേസിസിലാണ്. കാരണം ഓവറായിട്ട് ബ്ലഡ് പ്രഷർ കൂടുമ്പോൾ അത് കുറക്കാനും, ഓവറായിട്ട് കുറയുമ്പോൾ പതുക്കെ കൂട്ടാനും ഹെൽപ്പ് ചെയ്യുന്നത് ഈ ബോഡിയുടെ എബിലിറ്റി ആണ്. ഇനി ഒരു കാര്യം കൂടെ NCERT പറയുന്നു, ദ കാർഡിയക് ഔട്ട്പുട്ട് ഓഫ് എൻ അത്ലീറ്റ് വിൽ ബി മച്ച് ഹയർ ദാൻ ദാറ്റ് ഓഫ് ഓർഡിനറി മാൻ. അത്രയും പെർഫോമൻസ് കേപ്പബിലിറ്റി ഉള്ളതുകൊണ്ട് കാർഡിയക് ഔട്ട്പുട്ട് ജനറലി കുറച്ച് കൂടുതലാണ്. അതൊരു ഫിസിയോളജിക്കൽ ഡിഫറൻസ് ആണ്. ആൻഡ് ഡ്യൂറിങ് ഈച്ച് കാർഡിയക് സൈക്കിൾ 2 പ്രോമിനന്റ് സൗണ്ട്സ് നമുക്ക് കേൾക്കാൻ പറ്റും. അത് നമ്മൾ പുറത്തേക്ക് കേൾക്കില്ല, സ്റ്റെത്തസ്കോപ്പ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റും. ഫസ്റ്റ് സൗണ്ടിനെ നമ്മൾ എന്ത് വിളിച്ചു, ലബ്. ആൻഡ് ലബ് എന്തിനോടാ കറസ്പോണ്ട് ചെയ്യുന്നത്, ക്ലോഷർ ഓഫ് ട്രൈകസ്പിഡ് ആൻഡ് ബൈകസ്പിഡ് വാൽവ്സ്. ഇനി സെക്കൻഡ് ഹാർട്ട് സൗണ്ട് നമ്മൾ ഡബ് എന്ന് വിളിച്ചു. ആൻഡ് അത് എന്തിന്റെ ക്ലോഷർ ആണ്, സെമി ലൂണാർ വാൽവ്സ്. സെമി ലൂണാറിന്റെ ഡബും ലബ് ട്രൈകസ്പിഡും ബൈകസ്പിഡിന്റെയും. ദീ സൗണ്ട്സ് ആർ ഓഫ് ഡയഗ്നോസ്റ്റിക്, ക്ലിനിക്കൽ ഡയഗ്നോസ്റ്റിക്. ഓരോ അതിന്റെ സൗണ്ട് കൂടുതലാണോ കുറവാണോ, എലോങ്ങേറ്റ് ആയോ, അതിന്റെ ഡ്യൂറേഷൻ കൂടുതലാണോ എന്നനുസരിച്ച് നമുക്ക് അത് കണ്ടുപിടിക്കാൻ പറ്റും എന്താണ് അതിന്റെ പാത്തോളജി. ഇനി പഠിക്കാൻ പോകുന്നത് ഇലക്ട്രോ കാർഡിയോഗ്രാഫ്, അല്ലെങ്കിൽ ECG.
അതിനു മുമ്പ് ഈ ലബിന്റെയും ഡബിന്റെയും ഡിഫറൻസസ് ജസ്റ്റ് ഞാനൊന്ന് പറയാം. ലബിനെ നമ്മൾ S1 ഡബിനെ നമ്മൾ S2 പൊതുവെ വിളിക്കാറുണ്ട്. സ്റ്റെത്സ്കോപ്പിൽ കേൾക്കുന്ന സൗണ്ടിന്റെ സൗണ്ട് 1 സൗണ്ട് 2 എന്നുള്ള രീതിയിലാണ്. ആൻഡ് ലബിന്റെ പ്രത്യേകത ലോങ്ങർ, ഡ്യൂറേഷൻ എങ്ങനെയാ ലോങ്ങർ ആയിരിക്കും, പക്ഷെ ഡബ് ഷോർട്ടർ ആണ്. ഇനി പിച്ച് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഡ്യൂറേഷൻ, ഇനി പിച്ച് പറയുകയാണെങ്കിൽ ലബിന് എങ്ങനെയാ ലോ ആയിരിക്കും പിച്ച്, പക്ഷെ ഡബിന് ഹൈ പിച്ച് ആണ്. ആൻഡ് കറസ്പോണ്ട്സ് ടു വാട്ട്, ഇത് ക്ലോഷർ ഓഫ് AV വാൽവ്. AV വാൽവ് ആണ് ട്രൈകസ്പിഡും ബൈകസ്പിഡും, അതിന്റെ ക്ലോഷറിന് കറസ്പോണ്ട് ചെയ്യും. അതേപോലെ ഡബ് ഏതിന്റെ സെമി ലൂണാർ വാൽവ് ക്ലോഷറിന് കറസ്പോണ്ട് ചെയ്യും. ഇനി എനി അബ്നോർമൽ സൗണ്ട്, ഇത് അബ്നോർമൽ, എനി അബ്നോർമൽ സൗണ്ട് നമ്മൾ എന്ത് വിളിച്ചു, ഹാർട്ട് മർമർ എന്ന് വിളിച്ചു. ഇനി ഇലക്ട്രോകാർഡിയോഗ്രാഫ്. ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് പറഞ്ഞാൽ ഒരു അപ്പാരറ്റസ് വെച്ച് നമ്മളൊരു പ്രോസസ്സ് ചെയ്യുന്നതിനാണ്. അതിന്റെ ഇൻസ്ട്രുമെന്റിനെ നമ്മൾ എന്ത് വിളിക്കും, ഇലക്ട്രോകാർഡിയോഗ്രാഫ് എന്ന് വിളിക്കും. ആൻഡ് നമ്മൾ അതിൽ നിന്ന് ഒബ്റ്റെയിൻ ചെയ്യുന്ന റിസൾട്ട് അല്ലെങ്കിൽ അതിന്റെ ഡിറൈവ് ചെയ്തെടുക്കുന്ന ഗ്രാഫിനെ നമ്മൾ വിളിക്കുന്നവരാണ് ഇലക്ട്രോ കാർഡിയോഗ്രാം. അത് തെറ്റിപ്പോയത്, ഇൻസ്ട്രുമെന്റിനെയാണ് നമ്മൾ ഗ്രാഫെന്നും ആ കിട്ടുന്ന ഗ്രാഫിനെ നമ്മൾ ഗ്രാം എന്നുമാണ് വിളിക്കാം. ആൻഡ് നമുക്കറിയാം ഹോസ്പിറ്റൽ ടെലിവിഷൻ ഷോസിലൊക്കെ ഹോസ്പിറ്റൽ കാണുമ്പോൾ നമ്മൾ ഒരു സൗണ്ട് കേട്ടിട്ടുണ്ട്, എങ്ങനെ കാർഡിയാക് അറസ്റ്റിൽ പോകുമ്പോൾ ഒരു ലൈൻ ഇങ്ങനെ പോയ ലൈൻ പെട്ടെന്ന് ഇങ്ങനെ പ്ലെയിൻ ആയി അല്ലെങ്കിൽ ഇങ്ങനെ സ്ട്രെയിറ്റ് ലൈൻ ആയി മാറുന്നത് എപ്പോ ആ പേഷ്യന്റ് കാർഡിയാക് അറസ്റ്റിൽ പോകുമ്പോൾ. ഈ മഷീനെ നമ്മൾ വിളിക്കുന്നതാണ് ഇലക്ട്രോകാർഡിയോഗ്രാഫും. ആൻഡ് വി ഒബ്റ്റെയിൻ വാട്ട് ഫ്രം ഇറ്റ്, ഇലക്ട്രോകാർഡിയോഗ്രാം എന്ന് പറയുന്ന ഗ്രാഫ് നമ്മൾ ഒബ്റ്റെയിൻ ചെയ്യും. ECG എന്താ, ECG ഇസ് എ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഓഫ് ദി ഇലക്ട്രിക്കൽ ആക്ടിവിറ്റി ഓഫ് ഹാർട്ട് ഡ്യൂറിങ് എ കാർഡിയാക് സൈക്കിൾ. ഓരോ കാർഡിയാക് സൈക്കിളിന്റെ സമയത്തും എങ്ങനെ ഹാർട്ടിൽ നടക്കുന്ന ഇലക്ട്രിക്കൽ ആക്ടിവിറ്റീനെ നമ്മൾ ഗ്രാഫിക്കലി റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ECG എന്ന് വിളിക്കും. ആൻഡ് ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ ഓഫ് എ സ്റ്റാൻഡേർഡ് ECG, അത് ഇവിടെ തന്നിട്ടുണ്ട്. എന്ത്, ഒരു P വേവ് ഉണ്ട്, അത് കഴിഞ്ഞൊരു താഴോട്ടൊരു Q, ദെൻ R, പിന്നെ ഒരു S, പിന്നെ ഒരു സ്ട്രേറ്റ്, പിന്നെ T, പിന്നെ അടുത്ത അഗൈൻ ഈ സൈക്കിൾ റിപ്പീറ്റ് ചെയ്ത് പോവാണ്. ഇനി അത് നമ്മൾ എങ്ങനെയാന്ന് പഠിക്കും. അതെങ്ങനെയാ, ആദ്യം ഒരു പേഷ്യന്റ് കണക്റ്റഡ് ടു ദ മെഷീൻ, ആ മെഷീനെ നമ്മൾ എന്താ വിളിച്ചു, ഇലക്ട്രോകാർഡിയോഗ്രാഫ്. എത്ര ഇലക്ട്രിക്കൽ ലീഡ്സ് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്, 3 എണ്ണം, 4 എണ്ണല്ല 3 എണ്ണം. ഏതൊക്കെ, 1 to each wrist and the other to the left ankle. ഇതും ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആയിരുന്നു. എങ്ങനെ, 1 to each leg and 1 to the left wrist, അങ്ങനെ മാറ്റി കൊടുത്ത്. അപ്പൊ നമ്മൾ അറിയണം റിസ്റ്റിൽ 2 ഓരോന്നും ആൻഡ് ലെഫ്റ്റ് ആംഗിൾ 1. അപ്പൊ ലീഡ് ഇല്ലാത്തത് ഏതാ, റൈറ്റ് ആംഗിൾ. ആൻഡ് വി കണ്ടിന്യൂസ്ലി മോണിറ്റർ ഫോർ ദി ഹാർട്ട് ആക്ടിവിറ്റി. ഫോർ ഡീറ്റെയിൽഡ് ഇവാലുവേഷൻ ഓഫ് ഹാർട്ട്സ് ഫംഗ്ഷൻ, മൾട്ടിപ്പിൾ ലീഡ്സ് ആർ അറ്റാച്ച്ഡ് ടു ദി ചെസ്റ്റ് റീജിയൻ. ഈ ലീഡ് ചെസ്റ്റിലേക്കും കണക്ട് ചെയ്യും. ആൻഡ് നമ്മൾ സ്റ്റാൻഡേർഡ് ECG നമ്മൾ ഡിറൈവ് ചെയ്ത് അതിന്റെ ഗ്രാഫ് ഡിറൈവ് ചെയ്തെടുക്കും. ആൻഡ് ഓരോ പീക്കും ECGയിലെ ഓരോ പീക്കും നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് നെയിം ചെയ്തു. എങ്ങനെ, ഒരു ലെറ്റർ വെച്ച് PQRST, P തൊട്ട് T വരെയുള്ള ഓരോ ലെറ്റർ വെച്ച് നമ്മൾ എങ്ങനെ ഐഡന്റിഫൈ ചെയ്തു. ഇനി ഈ ഓരോ വേവും എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്ക് പറയാൻ അറിയണം, P വേവ് റെപ്രസെന്റ്സ് ഇലക്ട്രിക്കൽ എക്സൈറ്റേഷൻ അല്ലെങ്കിൽ ഡീപോളറൈസേഷൻ ഓഫ് ഏട്രിയ. ഇതെന്താ, ഏട്രിയൽ ഡീപോളറൈസേഷൻ അല്ലെങ്കിൽ എക്സൈറ്റേഷൻ. ഡീപോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സൈറ്റേഷൻ. ഏട്രിയന്റെ എക്സൈറ്റേഷൻ നമ്മൾ P എന്ന് ഡിനോട്ട് ചെയ്തു. ആൻഡ് ദ QRS കോംപ്ലക്സ് ആസ് എ ഹോൾ എന്തായിരിക്കും, പതുക്കെ ഡീപോളറൈസേഷൻ ഈ ക്യൂയിൽ വെച്ച് പതുക്കെ വെൻട്രിക്കിൾസ് കോൺട്രാക്ട് ചെയ്യാൻ തുടങ്ങും. ആൻഡ് അറ്റ് ദി എൻഡ് ഓഫ് QRS കംപ്ലീറ്റ്ലി കോൺട്രാക്ഷൻ ആയിരിക്കും, കംപ്ലീറ്റ്ലി കോൺട്രാക്റ്റഡ് ആവും. അപ്പോ QRS കോംപ്ലക്സ് എന്താ, വെൻട്രിക്കുലർ ഡീപോളറൈസേഷൻ. ആൻഡ് അതാണ് ഇനീഷ്യേഷൻ ഓഫ് വെൻട്രിക്കുലർ കൺട്രാക്ഷൻ. കൺട്രാക്ഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് എവിടുന്ന് സ്റ്റാർട്ട് ചെയ്യും, Q കഴിയുമ്പോൾ പതുക്കെ സ്റ്റാർട്ട് ചെയ്ത് മാർക്സ് ദി ബിഗിനിങ് ഓഫ് സിസ്റ്റോൾ. ഇത്രയും കാര്യം നമ്മൾ നോക്കി. P വേവ് എന്താ, QRS വേവ് എന്താ. ഇനി T വേവ്.
ഈ വേവ് റെപ്രസെന്റ്സ് ദ റിട്ടേൺ ഓഫ് വെൻട്രിക്കിൾസ് ഫ്രം എക്സൈറ്റഡ് ടു നോർമൽ. അതായത് വെൻട്രിക്കിൾ പതുക്കെ കോൺട്രാക്റ്റഡ് സ്റ്റേറ്റിൽ നിന്ന് തിരിച്ചു വരികയാണ് നോർമലിലേക്ക്. അതിന് അല്ലെങ്കിൽ വെൻട്രിക്കുലർ റീപോളറൈസേഷൻ. ഡീപോളറൈസേഷൻ നോട്ട് ചെയ്യാ, റീപോളറൈസേഷൻ. ഇനി ഈ സെന്റൻസും പലതവണ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ടിട്ടുള്ളതാണ്. എൻഡ് ഓഫ് ടി വേവ് അല്ലെങ്കിൽ എൻഡ് ഓഫ് ഏത് വേവ് ആണ് മാർക്സ് ദി എൻഡ് ഓഫ് സിസ്റ്റോൾ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം എൻഡ് ഓഫ് ടി വേവ് ആണ് എൻഡ് ഓഫ് സിസ്റ്റോൾ. അപ്പൊ ഈ ഗ്രാഫ് എങ്ങനെയാ വരക്കുക, ഓരോ വേവും എന്തിനാ റെപ്രസെന്റ് ചെയ്യാന്ന് പറയണം. ആൻഡ് ബൈ കൗണ്ടിങ് ദ നമ്പർ ഓഫ് QRS കോംപ്ലക്സസ് ഇൻ എ ഗിവൺ ടൈം പീരിയഡ് നമുക്ക് എന്ത് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും, ഒരു ഇൻഡിവിജ്വലിന്റെ ഹാർട്ട് ബീറ്റ് റേറ്റ് എക്സാക്ട്ലി ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. ഇനി അതിന് ചെറിയ ഡീവിയേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന വേവ്സിന് കുറച്ച് എക്സ്ട്രാ മേലോട്ടേക്കുള്ള ഡീവിയേഷനോ താഴോട്ടേക്കുള്ള ഡീവിയേഷനോ എങ്ങാനും കാണുന്നുണ്ടെങ്കിൽ അത് എന്ത് ഡിനോട്ട് ചെയ്യും, എനി പോസിബിൾ അബ്നോർമാലിറ്റി അല്ലെങ്കിൽ ഡിസീസ് വിച്ച് ഇസ് ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ്. ക്ലിനിക്കലി സിഗ്നിഫിക്കൻറ്റ് ഡിസീസസ് എന്തെങ്കിലും ഉണ്ടോന്ന് അപ്പൊ നമ്മൾ എന്ത് നോക്കിയാൽ മതി, ECGന്റെ ഗ്രാഫ് നോക്കിയാൽ മതി. ആ ഗ്രാഫിനെ നമ്മൾ എന്താ വിളിച്ച ഇലക്ട്രോ കാർഡിയോഗ്രാം. ഇനി ഡബിൾ സർക്കുലേഷനെ കുറിച്ച് പറയാം. ബ്ലഡ് നമുക്കറിയാം ഒരു ഫിക്സ്ഡ് റൂട്ടിലേക്കൂടെയാണ് ക്ലോസ്ഡ് സർക്കുലേഷൻ പോവുക, അതായത് ബ്ലഡ് വെസൽസിലേക്ക്. ബ്ലഡ് വെസൽസ് രണ്ട് ടൈപ്പ് ഉണ്ട്, ആർട്ടറീസും വെയിൻസും. ആർട്ടറിയും വെയിനും വേറെ വേറെ എടുത്ത് നോക്കിയാൽ നമുക്കറിയാം ഓരോന്നിനും 3 ലെയർ വീതം ഉണ്ട്. അതില് ഈ സെന്റൻസസ് ഇമ്പോർട്ടന്റ് ആണ്. ഈ സെന്റൻസസ് MCQല് ചോദിക്കാം. കറക്റ്റ് ആണോ റോങ് ആണോ, ചെറിയൊരു വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും സ്വാപ്പ് ചെയ്ത് ചോദിക്കാൻ സാധ്യതയുണ്ട്. ആൻഡ് ഇന്നർ ലൈനിങ് ഓഫ് സ്ക്വാമസ് എപ്പിത്തീലിയം, അതിന് നമ്മൾ എന്ത് വിളിച്ചു, ട്യൂണിക്ക ഇന്റിമ, അതായത് ഇന്നർ മോസ്റ്റ് ലെയർ. ആൻഡ് മിഡിൽ ലെയർ ഓഫ് സ്മൂത്ത് മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബർ, അതിന് നമ്മൾ എന്ത് വിളിച്ചു, ട്യൂണിക്ക മീഡിയ. ആൻഡ് എക്സ്റ്റേണൽ ലെയർ ഓഫ് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ ഫൈബേഴ്സിനെ ട്യൂണിക്ക എക്സ്റ്റേണ എന്ന് വിളിച്ചു. ട്യൂണിക്ക എക്സ്റ്റേണ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, അതൊരു എക്സ്റ്റേണൽ ലെയർ ആണ്, അതൊന്നാമത്തെ പോയിന്റ്. ആൻഡ് അതിലുള്ളത് ഫൈബ്രസ് കണക്റ്റീവ് ടിഷ്യൂ വിത്ത് കൊളാജൻ ഫൈബേഴ്സ്. ഫൈബേഴ്സ് കൊണ്ടുള്ള ഒരു കണക്റ്റീവ് ടിഷ്യൂന്റെ ഒരു കൂട്ടം അല്ലെങ്കിൽ കൊളാജൻ ഫൈബേഴ്സിന്റെ ഒരു കൊളാജൻ ഫൈബേഴ്സ് കൊണ്ട് കംപ്രൈസ്ഡ് ആയിട്ടുള്ള ഒരു ലെയർ ആണ് ട്യൂണിക്ക എക്സ്റ്റേണ. ട്യൂണിക്ക മീഡിയല് സ്മൂത്ത് മസിൽ ആൻഡ് ഇലാസ്റ്റിക് ഫൈബേഴ്സ് ആയിരുന്നു. അതേപോലെ ഇന്നർ ലൈനിങ് ഓഫ് സ്ക്വാമസ് എൻഡോത്തീലിയത്തിനാണ് നമ്മൾ ട്യൂണിക്ക ഇന്റിമ എന്ന് വിളിച്ചത്. ആൻഡ് as mentioned earlier, blood pumped by the right ventricle എങ്ങോട്ട് പോവും, enters the pulmonary artery. അതേപോലെ ലെഫ്റ്റ് വെൻട്രിക്കിൾ പമ്പ് ഔട്ട് ചെയ്യുന്ന എങ്ങോട്ട് പോകും, അയോട്ടയിലേക്ക് പോവും. ആൻഡ് ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ് ഹാർട്ടിന്റെ സ്ട്രക്ചർ വെച്ചപ്പോൾ. ഡിയോക്സിനേറ്റഡ് ബ്ലഡ് പമ്പ്ഡ് ഇൻ ടു ദി പൾമണറി ആർട്ടറി എങ്ങോട്ട് പോവും, ലങ്സിലേക്ക് പോവും. എന്തിന്, ഓക്സിനേഷൻ നടത്താൻ. അവിടുന്ന് ഓക്സിനേഷൻ നടത്തി ആര് കൊണ്ടുവരും, പൾമണറി വെയിൻസ് വഴി ലെഫ്റ്റ് ഏട്രിയത്തിലേക്ക് എത്തും. ആൻഡ് ഈ പാത്വേനെയാണ് നമ്മൾ വിളിക്കുന്നത്, ഇത്രയും ലങ്സ് ഇൻവോൾവ് ചെയ്ത് ഇത്രയും ഭാഗത്തിന് നമ്മൾ വിളിക്കുന്നത് പൾമണറി സർക്കുലേഷൻ. ആൻഡ് ഇനി സ്റ്റാർട്ട് ചെയ്യാം. ഓക്സിനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് വരും, എൻറ്ററിങ് അയോട്ട. ആൻഡ് അവിടുന്ന് ഒരു നെറ്റ്വർക്ക് ഓഫ് ആർട്ടറീസ്, ആർട്ടീരിയോൾസ്, കാപ്പിലറീസ് വഴി എങ്ങോട്ട് ഫൈനലി എത്തും, ടിഷ്യൂസിലേക്ക് എത്തും. അവിടുന്ന് ഡീഓക്സിനേറ്റഡ് ബ്ലഡ് ഒരു സിസ്റ്റം ഓഫ് വെന്യൂൾസ്, വെയിൻസ് ആൻഡ് വീന കാവ വഴി എങ്ങോട്ട് വരും, റൈറ്റ് ഏട്രിയത്തിലേക്ക് വരും. ഇതിന് നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് വിളിച്ചു. ഇതിൽ പൾമണറി സർക്കുലേഷൻ ഏത് സെക്ഷൻ ആണ്, സിസ്റ്റമിക് സർക്കുലേഷൻ ഏത് സെക്ഷൻ ആണ്, ആ ഫിഗർ 15.4 ഈ ഫിഗർ ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിന്റെ ഗുണം എന്താ, ഇത് സിസ്റ്റമിക് സർക്കുലേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അയോട്ടയെന്ന് തിരിച്ച് വെൻട്രിക്കിലേക്ക് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തുന്നത് വരെയാണ്. അപ്പോ അത്രയും ഭാഗം അയോട്ട ടു റൈറ്റ് ഏട്രിയം ഇത്രയും ഭാഗം നമ്മൾ എന്തിനു ഹെൽപ്പ് ചെയ്യും, ഓക്സിജനും ന്യൂട്രിയൻസും അതർ എസെൻഷ്യൽ സബ്സ്റ്റൻസും ടിഷ്യൂസിന് കൊടുത്ത് ഹാംഫുൾ സബ്സ്റ്റൻസസ് എലിമിനേഷന് വേണ്ടി തിരിച്ച് റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തിക്കാനുള്ള ഹെൽപ്പാണ് സിസ്റ്റമിക് സർക്കുലേഷൻ ചെയ്യുക. ഈ സിസ്റ്റമിക് സർക്കുലേഷന്റെ അവിടെ ഒരു ഡാഷ് പ്രൊവൈഡ്സ് ന്യൂട്രിയൻസ്, ഓക്സിജൻ ആൻഡ് ഏത് ടൈപ്പ് ഓഫ് സർക്കുലേഷൻ ആണ് ഇത്രയും ഫംഗ്ഷൻ ചെയ്യാന്ന് വെച്ച് നമ്മൾ പറയാൻ അറിഞ്ഞിരിക്കണം. അത് ഏത് ഫംഗ്ഷനാ, അത് ഏത് സർക്കുലേഷനാ, സിസ്റ്റമിക് സർക്കുലേഷന്റെ ഫംഗ്ഷൻ ആണ്. ഇനി യുണീക് വാസ്കുലർ കണക്ഷൻ എക്സിസ്റ്റ് ബിറ്റ്വീൻ ഏത് തമ്മിൽ, ഡൈജസ്റ്റീവ് ട്രാക്ട് ആൻഡ് ലിവർ. ഡൈജസ്റ്റീവ് ട്രാക്റ്റും ലിവറും തമ്മിലൊരു യുണീക് വാസ്കുലർ കണക്ഷൻ ഉണ്ട്. അതിന് നമ്മൾ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റം എന്ന് പഠിക്കും. അത് നമ്മൾ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പഠിക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഹെപ്പാറ്റിക് പോർട്ടൽ സിസ്റ്റത്തിന്റെ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ ഉണ്ട്. ആ വെയിൻ എന്താ ക്യാരി ചെയ്യുക,
വെയിൻ ക്യാരിസ് ബ്ലഡ് ഫ്രം ഇൻഡസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്ക്. നമുക്കറിയാം ഓരോ ഓർഗൻസിനും ഡയറക്ട്ലി സിസ്റ്റമിക് സർക്കുലേഷൻ വഴി തിരിച്ച് റൈറ്റ് ഹാർംഫുൾ സബ്സ്റ്റൻസ് എങ്ങോട്ട് പോകും? റൈറ്റ് ഏട്രിയയിലേക്കാണ് പോകേണ്ടത്. പക്ഷേ ഈ ഹെപ്പാറ്റിക് പോർട്ടൽ വെയിൻ എന്ത് ചെയ്യും? ഇൻഡസ്റ്റൈനിൽ നിന്ന് ലിവറിലേക്ക് ആദ്യം കൊണ്ടുപോകും. പിന്നെ അവിടെ നിന്നാണ് സിസ്റ്റമിക് സർക്കുലേഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. ആൻഡ് ഒരു സ്പെഷ്യൽ സിസ്റ്റം കൂടി ഉണ്ട്, കൊറോണറി സിസ്റ്റം ഓഫ് ബ്ലഡ് വെസൽസും കൂടി ഉണ്ട്. അതെന്തിനാ? നമുക്കറിയാം എക്സ്ക്ലൂസീവ്ലി ബ്ലഡ് ടു ആൻഡ് ഫ്രം കാർഡിയാക് മസ്കുലേച്ചർ. നമുക്കറിയാം രാവും പകലും നിർത്താണ്ട് പണിയെടുക്കുന്ന മസ്കുലേച്ചർ സിസ്റ്റമാണ് കാർഡിയാക് മസിൽസിന്റെ. ഓട്ടോ എക്സൈറ്റബിലിറ്റി ഉള്ളതുകൊണ്ട് എപ്പോഴും പണിയെടുത്തുകൊണ്ടിരിക്കണം. അപ്പൊ അതിനെന്താ, ആവശ്യത്തിനധികം ബ്ലഡ് സപ്ലൈ കിട്ടുന്നുണ്ടെന്ന് എൻഷോർ ചെയ്യാനുള്ളൊരു കൊറോണറി സിസ്റ്റം കൂടി നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ഉണ്ട്. നമുക്കറിയാം എന്താ, ലങ്സിൽ നിന്ന് ഓക്സിജനേഷൻ നടന്നു, ഓക്സിജനേറ്റഡ് ബ്ലഡ് എങ്ങോട്ട് വരുന്നു? ലെഫ്റ്റ് ഏട്രിയയിലേക്ക് വന്നു, അവിടുന്ന് പതുക്കെ ലെഫ്റ്റ് വെൻട്രിക്കിളിലേക്ക് വന്നു. ഇനി അവിടുന്ന് അയോട്ട വഴി എങ്ങോട്ടേക്ക് വന്നു? എല്ലാ ടിഷ്യൂസിലേക്കും എത്തി. ആൻഡ് ഈ ബോഡി പാർട്സിന് വേണ്ടാത്ത എലിമിനേറ്റ് ചെയ്യേണ്ട സബ്സ്റ്റൻസ് കാർബൺ ഡൈ ഓക്സൈഡും വേസ്റ്റും കളക്ട് ചെയ്ത് പതുക്കെ എങ്ങോട്ട് പോകും? വീന കാവ വഴി. വീന കാവിന്റെ ലിറ്ററൽ മീനിങ് ഗ്രേറ്റ് വെയിൻസ് വഴി പതുക്കെ റൈറ്റ് ഏട്രിയത്തിലേക്ക് എത്തി, അവിടുന്ന് റൈറ്റ് വെൻട്രിക്കിളിലേക്ക് പോയി, പൾമണറി ആർട്ടറി വഴി ലങ്സിലേക്ക് എത്തി. ഇനി നമ്മൾ ഓൾറെഡി പഠിച്ചു ഏതിനാ 3 ലേയേഴ്സ് ഉണ്ട്, വെയിനും ആർട്ടറിക്കും. ഇതിൽ ഈ ഡയഗ്രത്തിലെ ഇമ്പോർട്ടന്റ് എന്താന്ന് വെച്ചാൽ ലൂമൻ ഓഫ് വെയിൻ കുറച്ചും കൂടി കൂടുതലാണ്, ലൂമൻ കൂടുതലാണ്, ആർട്ടറി കുറവാണ്. ആർട്ടറിയുടെ ലൂമൻ കുറവാണ്. കാരണം എന്താ? ആർട്ടറിന്റെ വോളിന് നല്ല തിക്നെസ് വേണം. കാരണം ഹൈ പ്രഷറുള്ള ബ്ലഡ് ആണ് ആർട്ടറി ട്രാൻസ്മിറ്റ് ചെയ്യാൻ മുമ്പിലോട്ട്, അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് റെസിസ്റ്റ് ചെയ്യാനുള്ള കഴിവ്, കപ്പാസിറ്റി കൊടുക്കാനാണ് കൂടുതൽ മസ്കുലർ തിക്നെസ് കൊടുത്തിട്ടുള്ളത്. ഇനി റെഗുലേഷൻ ഓഫ് കാർഡിയാക് ആക്ടിവിറ്റിയും ഡിസോർഡേഴ്സ് ഓഫ് സർക്കുലേറ്ററി സിസ്റ്റം എന്ന് പറഞ്ഞ ചെറിയൊരു ടോപ്പിക്കും കൂടി ഉണ്ട്. അത് കഴിഞ്ഞ് സമ്മറിയും കൂടി കഴിഞ്ഞാൽ ചാപ്റ്റർ കഴിഞ്ഞു. ആൻഡ് NCERT ഒരു ക്വസ്റ്റ്യനും കൂടി ഡിസ്കസ് ചെയ്ത് ഞാൻ എൻഡ് ചെയ്യാം. ബാക്കിയുള്ള NCERT എക്സസൈസസും ബാക്കിയുള്ള ചാപ്റ്ററും ഞാൻ അടുത്ത ക്ലാസ്സിൽ പാർട്ട് 3 പഠിപ്പിക്കും. ഇതിൽ ഞാൻ ഇന്ന് പഠിച്ചുകൊണ്ട് ഇത് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ECGയും ഡിഫറെന്റ് സെഗ്മെന്റ്സും. നമുക്കറിയാം എന്താ, നമ്മൾ ഓൾറെഡി പഠിച്ചു സ്റ്റാൻഡേർഡ് ECG എങ്ങനെ, ഒരു P വേവ് ഉണ്ട്, അത് കഴിഞ്ഞൊരു PR സെഗ്മെന്റ് ഉണ്ട്. PR സെഗ്മെന്റ് കഴിഞ്ഞ് P wave denotes what? Atrial depolarization. QRS complex denotes what? Ventricular depolarization. ഇത് കഴിഞ്ഞ് ventricular depolarization. ഇനി S തൊട്ട് ബാക്കി അങ്ങോട്ട് denotes what? Ventricular repolarization. And the end of T wave. End of T wave എന്താ? Denotes end of systole. And നമുക്കറിയാം Pയും QRSും ടിയും P വേവും T വേവും പോസിറ്റീവ് സൈഡിലേക്കാണ്, ആൻഡ് ഈ Qവും Sഉം നെഗറ്റീവ് സൈഡിലേക്കാണ്. ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്യുക. ഇതാണ് HECGയും അതിന്റെ ഡിഫറെന്റ് സെഗ്മെന്റ്സും. അപ്പൊ ബാക്കി പാർട്ട് 3 ഞാൻ കംപ്ലീറ്റ് ചെയ്യും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. താങ്ക് യു.